അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം എല്ലാവർക്കും ഹലോ. നമുക്ക് ഡിസ്ക്ലൈമർ ആഡ് ചെയ്യണോടാ. ഡിസ്ക്ലൈമർ ആഡ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് ഇനി തൊട്ട് അങ്ങോട്ട്. ഡിസ്ക്ലൈമർ ആഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ്. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ കളിക്കുന്ന ഗെയിം 18+ ഗെയിം ആയതുകൊണ്ട് തന്നെ ഡിസ്ക്ലൈമർ മസ്റ്റ് ആണെന്നാണ് പറയണത്. ഇപ്പോഴത്തെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് ഡിസ്ക്ലൈമർ മസ്റ്റ് ആണ്. സോ ഡിസ്ക്ലൈമർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയണത് പോലെ ഈ RP-ക്കകത്ത് ഉള്ള സംസാരങ്ങളും ഇതുമെല്ലാം ഈ പറയണത് പോലെ കുറച്ച് ഇതായിട്ടുള്ളതായതുകൊണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡിസ്ക്ലൈമർ ആഡ് ചെയ്ത് മാത്രമേ സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ സിറ്റിയിലോട്ട് കയറുന്നതിന് മുമ്പ് റോലൈൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. റോലൈൻ ബ്രോ, താങ്ക് യു സോ മച്ച്. വീൻസ് അലോട്ട്, താങ്ക് യു. ഗെയിം സൗണ്ട് ഉണ്ടോടാ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഗെയിം സൗണ്ട് ഉണ്ടോ? എടാ ഞാൻ മൂഞ്ചി എന്ന് തോന്നുന്നു കേട്ടാ. യെസ് ഉണ്ട്. അപ്പൊ എനിക്കാണ് ഇല്ലാത്തത്. ഗൈസ് മൈക്ക് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഗൈസ് ഇപ്പൊ കേൾക്കാവോ? ഓൾ ഗുഡ് അല്ലേ? വന്നു. ഓക്കെ. നിങ്ങളുടെ ഒരു മിനിറ്റ് എടാ, ഞാൻ ഇതിനകത്ത് മോണിറ്റർ ഓണാക്കിയിട്ടേക്കോ. വന്നു. ഓക്കെ. ഇപ്പൊ ഗെയിം സൗണ്ട് വന്നു നോക്കിയേ. ഗെയിം സൗണ്ട് വന്നില്ലേ? എടാ കേക്കാവോടാ? ആണോ? മാറി കേക്കാവോ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്ക്. എന്നാലും ഒന്ന് കൺഫേം ചെയ്തേക്കട്ടെ ഗൈസ്. ഒരു സെക്കൻഡേ, എന്റെ മൈക്ക് തന്നെയാടാ. ഓക്കെ. അല്ലല്ല, ഇതെല്ലാം ഇപ്പൊ മാറോടാ. ഇതിപ്പോ ടെമ്പററി പീസ് അല്ലേ ഇരിക്കുന്നത്, മറ്റേ പീസ് റെഡിയായി. അപ്പോൾ അത് മാറുമ്പോഴത്തേക്കിന് ഈ പ്രശ്നങ്ങളും ഇഷ്യൂസ് എല്ലാം മാറും ഗൈസ്. കാരണം ഇത് എന്റെ പീസിലല്ല ഗൈസ് ഞാൻ സ്ട്രീം ചെയ്യുന്നത് മറ്റേ ഒരു ബാക്കപ്പ് പീസിലാണ്. മറ്റേ എന്റെ പീസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം. ഞാൻ മൈക്കും ഇതെല്ലാം വേറെ എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ആവും. മറ്റേ പി സി ഏകദേശം റെഡിയായി. അപ്പോൾ ഇത് അവരുടെ ബാക്കപ്പ് പീസ്, ഇത് എൻ്റെ പി സി അല്ല. ഇത് വേറെ ഏതോ സ്പെക്ക് ആരുടെയോ ആണ്. FPS നോക്കാം. ഇവൻ എടാ നീ കത്തിയോ? ഹലോ സിറ്റിന്ന് കത്തി. 41 PL. എടാ എനിക്ക് വെളിയിലിരുന്ന് എല്ലാവരുടെയും RP കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മാത്രം ഇതിനകത്ത് വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നെയാണോ? അണ്ണനാണ് കുഴപ്പം. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ? അതാ എനിക്ക് അറിഞ്ഞുകൂടാത്തേ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. എനിക്കിതിനകത്ത് വന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലിറ്ററലി. ഇപ്പോൾ എന്ത് പറയാനാണെന്ന് പറയാ. എന്താ അവസ്ഥയാണ് ഇത്? ഞാൻ എന്ത് ചെയ്യാനാ ബ്രോ? റോളിൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 3 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗെയിൻ. 43 PL. ഞാൻ കത്തിപ്പോ അതെ അവന്റെ റീത്ത് മാത്രം ഇവിടെ ഇരിക്കുന്നു. അവൻ പോയി. അണ്ണ എന്ന് വന്നാൽ ഇതാണ് അവസ്ഥ. എടാ അതാണോ ഞാൻ പറയണത്. ഞാൻ വെളിയിൽ പോയി നോക്കുമ്പോൾ എല്ലാവരുടെ സിറ്റിയിൽ വാറ് നടക്കുന്നു, ഇത് നടക്കുന്നു, അത് നടക്കണം, എല്ലാം ഇത് നടക്കണം. എനിക്ക് മാത്രമാണ് ഇത്. ഞാൻ വരുമ്പോൾ ഇങ്ങനെയാണ്. എന്ത് ചെയ്യാം? അതേ PL കുറയുന്നുണ്ട്. നോക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ 2 ദിവസം പനിയും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വരാൻ. എനിക്കാണ് ഒരു ഇൻഫെക്ഷൻ ഇതെല്ലാം ഇപ്പം എല്ലാം മാറി. ഇപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ സൗണ്ട് മാത്രം ഒന്ന് ക്ലിയർ ആയാൽ മതി. സൗണ്ട് കോൺസേർട്ടിനൊക്കെ പോയി കിടന്ന് അലച്ചതാണ്. ടാർഗറ്റിംഗ് ആണ്. എന്ത് അണ്ടി വേണമെങ്കിലും ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് പക്ഷേ കുറച്ച് നമ്മളില്ലാത്തപ്പോൾ സമയത്താണെങ്കിൽ പോലും ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചിലവന്മാരിരുന്ന് എന്നെ അവരാധിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. മറ്റേ അലിൻ ജോസ് പെരേരയൊക്കെ വെച്ചിട്ട് ഓരോരുത്തന്മാരിരുന്ന് അവരാധിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു.
എനിക്ക് പറയാനുള്ളത് ആ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ആ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പുള്ളി മാത്രമേ ഉള്ളൂ. അലിൻ ജോസ് മാത്രമാണ് ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെനയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആര് പറയണ വേണമെങ്കിൽ നമുക്ക് കേട്ടോണ്ടിരിക്കാം. പക്ഷേ ഈ മറ്റേ അച്ചീവ്മെൻ്റ് ആയിട്ട് കുളിസീനൊക്കെ എത്തി നോക്കുന്ന ഓരോരുത്തന്മാരൊക്കെ വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊരു കാര്യം ഉറപ്പാണ് കേസ്. ഞാൻ ഈ ഗെയിമിലോട്ടും ആർ പിയിലോട്ടും ഒക്കെ വന്ന് മറ്റേ ഇതാക്കണ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇതിപ്പം കിക്കിൽ ഇതൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതാണ്. മറ്റേ ഇവിടുന്ന് ഒരു 10 പേര് അവിടെ വന്ന് തെറി വിളിക്കാനെങ്കിലും ചെല്ലുന്നത് അവന് സന്തോഷം. മനസ്സിലായി? ഇവന്മാർക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കുളിസീൻ ഫുണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായോ? വേറൊന്നുമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്. ഇവന്മാരൊക്കെ തനിക്കോണം മനസ്സിലാവുന്നത് ഒരു സമയം ഒരുപാടൊന്നും വൈകിട്ടില്ല. ഞാൻ അതുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉടനെ നിങ്ങൾ അറിയാൻ പോണ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയണത് പോലെ എനിക്ക് എന്തായാലും സാരി ഉടുത്തും മറ്റേ ഇതുപോലെ വന്നിരുന്ന് ഇതാക്കിയിട്ടും മറ്റേ കുളിസീൻ എത്തി നോക്കിയൊന്നും റീച്ച് കൂട്ടേണ്ട ഗതികേട് വർഷങ്ങളായി എന്ന് തുടങ്ങിയോ അന്നോട്ട് ഇന്ന് വരെ എനിക്ക് ആ ഗതികേട് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പറയണത് പോലെ ഇവന്മാരുടെ അടുത്തൊന്നും ഡെയിലി ഇതിട്ട് എനിക്ക് പറയാൻ വയ്യ. അവരാധിച്ചോട്ടെ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ കേസ്. ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിയുടെ ആധാർ കാർഡിലെ പേരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഷഡ്ഡിക്കണ്ണൻ എന്നാണ് പുള്ളിയുടെ തറവാട്ട് പേരും എല്ലാം ഷഡ്ഡിക്കണ്ണൻ എന്നാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ പുള്ളിയെ റോഡിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഞാനിപ്പോൾ നേരെ പോയിക്കിട്ട് ഹായ് ഷഡ്ഡിക്കണ്ണൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ പറയാൻ പോകണം. മനസ്സിലായോ? ഞാനല്ലാതെ ഞാൻ MRC ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതുപോലെ ഷഡ്ഡിക്കണ്ണൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ പേരോ ചാനലിൻ്റെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരാളെ ഗസ്റ്റായിട്ട് മറ്റേ ലൈവിൽ കൊണ്ടുവന്നിട്ട് അവനോട് വരെ ഗെയിമിൻ്റെ ഹെയ്റ്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്തോരം ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വേറൊന്നും പറയണില്ല. പിന്നെ ഞാനിത് MRC മാനേജ്മെൻറ്റിനോട് വിളിച്ച് സംസാരിച്ചപ്പം അവർക്ക് ഇവരെ പറ്റി അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ കൂടുതൽ വേറെ ആരെ ബോധിപ്പിക്കാനൊന്നുമില്ല. MRC vs TV ഇഷ്യൂലാണ് നമ്മളത് സംസാരിച്ചത്. അവർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം പിന്നെ ആർക്കാ പ്രശ്നം? ആദ്യം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് തീരുമ്പോഴത്തേക്കിന് റെഡിയാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോടാ, നീ നിൻ്റെ ലെവലിൽ ജസ്റ്റ് നീ ഒന്ന് ആലോചിച്ചാൽ മതി. നീ ഇങ്ങനെ പുറത്തുനിന്നൊരു ഗസ്റ്റിനെ കൊണ്ടിരുത്തുമ്പം നിനക്ക് കിട്ടുന്നതിൻ്റെ വാച്ചിങ്ങിൻ്റെ 10 ഇരട്ടി ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കുണയ്ക്കുമ്പോൾ ഉണ്ട്. മനസ്സിലായോ? അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് നിന്നെ പോലത്തെ സാരി ഉടുത്ത് ആടുന്നവന്മാർക്ക് അത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇരുന്നാൽ മതി. മനസ്സിലായോ? ഇതിൽ കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി വരരുത്. നിൻ്റെയൊക്കെ തനിക്കോണം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ഞാൻ കുറച്ച് അറിയാവുന്നവർക്ക് കൊടുത്തുള്ള ഒരു സാധനമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ തിരിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് വേണേ നിങ്ങളിനി അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. എന്ത് വേണേ അതിലൊന്ന് ചെയ്തോ. ഓക്കെ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ടിരുന്ന് ചെയ്. ആടാ കയറി വാ. വണ്ടി ഓടിക്കാൻ പറ്റുമോ? നോക്കി മാറേ. PL കുറഞ്ഞു. ഞാൻ കത്തിപ്പോയില്ല കേട്ടാ. ആണോ? അപ്പൊ ആദ്യം കത്തുന്നവര് മാത്രമേ ഉള്ളല്ലേ? ലോഡ് ഇറങ്ങി കഴിയുമ്പോ പിന്നെ പോവും. ഇപ്പൊ എല്ലാരും കണക്ട് ചെയ്യുമ്പോ വീണ്ടും പോകും. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഇന്ന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന സിറ്റി ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ബാബു നമ്പൂതിരി എന്ന് വരുന്നതായിരിക്കും. ഈ വണ്ടി മറിക്കാണ്ട് ഓടിക്കാൻ പറ്റുമോ? ഈ വണ്ടി മറിക്കാണ്ട് ഓടിക്കാൻ എന്താ പാട്? ഇതുവഴി പോണം. ഇഷ്ടം വഴി എടുക്കും. സോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഹലോ ജോക്കി എവിടെ? ഞാൻ ഒരു മുട്ടക്കൊന്നിന്റെ പള്ളി. ഏത് മുട്ടക്കുന്നിന്റെ മോളി? ഒരു മുട്ടക്കത്തിന്റെ മുകളിൽ മോനെ എവിടെ? ജോക്കി ഞാൻ നിന്ന മുട്ടക്കുന്നിന്റെ മുകളിലാണോ? ആണോ? ലൊക്കേഷൻ വെച്ചേ. ആ വണ്ടി ഉണ്ട്. പിടിമലയാ? അതെവിടെ? അന്ന് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ നമ്മുടെ ഗ്യാങ്സിന്റെ പോലത്തെയാ? എടാ MS8ന്റെ വാർ എന്താടാ? ഒന്നും അറിഞ്ഞൂടാ.
സിറ്റി സേഫ് സോൺ എന്തോ ഇപ്പോൾ. സേഫ് സോൺ ആണോ? ആ സേഫ് സോൺ മാറിയാലേ ഇതിലാകത്തുള്ളൂ. 28 വരെ സേഫ് സോൺ എന്നൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് വരുമായിരിക്കും. സ്നൈപ്പേ ഹലോ. എടാ നമ്മുടെ വാറെന്താ എടാ MS-13ന്റെ? നിന്റെ സൗണ്ട് ഭയങ്കര കുറവ്. ഒന്ന് അടുത്ത് സംസാരിച്ച്. ആ കേക്കാം പറ. ആണോ? ആ ഓക്കെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇലക്ഷൻ ഇങ്ങ് അടുത്ത്, നമുക്ക് സമയമില്ല. ജോക്കിയുടെ കാര്യങ്ങൾ ക്യാമ്പയിനൊക്കെ ചെയ്യണം കേട്ടാ. ഞാൻ ജോക്കിയെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ജോക്കിയെ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അല്ല ജോക്കിയെ പിക്ക് ചെയ്തിട്ട് ഞാൻ ക്യാമ്പസിലോട്ട് വരാം. എടാ നീലേ സംസാരിക്കൂല നീ? അല്ല നിന്നെ ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് വരാം. വെയിറ്റ് ചെയ്യ. നീ എവിടെ ഉണ്ട്? കേട്ടില്ല. ഓക്കെ. അല്ലടാ എനിക്ക് ഇതേ ഉള്ളു. ഈ മൈക്ക് ഉള്ളു ഇപ്പൊ തൽക്കാലത്തേക്കിന്. എടാ ഒരു മിനിറ്റ്. ആ പറ കേക്കാം. നീലില്ലേ? ആ എന്റെ ബ്രദറിനെ സെറ്റ് ആക്കാൻ നോക്കുക. നിന്റെ ബ്രദറിനെ? സിസ്റ്റർ. ഞാൻ ബ്രദറിനെ വിളിക്കുന്നത്. ബ്രദറിനെ സിസ്റ്ററിനെ വിളിക്കണം നീ. ആ സിസ്റ്ററിനെ ആ ബ്രദറിനെ സെറ്റ് ആക്കാൻ വേറൊരു ബ്രദർ നടക്കണ? അല്ല ആ അത് തന്നെ, വേറൊരു ബ്രദർ കിടക്കുന്നത്. നീല്. ആ നീല് ഇന്നലെ ഒരുമിച്ച് പാരച്യൂട്ടിലൊക്കെ ചാട്ടി പോയി, ക്യാരിയൊക്കെ ഇടിച്ച്. അയ്യേ, ഈ പാരച്യൂട്ടി ചാടുന്ന കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നിമ്മുക്കുട്ടിയെ ഈ കീരിക്കാടനെയാണ്. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് ട്രോമയായിട്ട് ഇങ്ങനെ കിടക്കുവോ എനിക്ക്. ഇന്നലെ എല്ലാരും ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ എന്തോന്ന് തോന്നുന്നു കേട്ടോ ജൂക്കി നിക്കുന്നേ. ഇത് ചില്ലിയാട്. ചില്ലിയാടാ ജോക്കി 460 മീറ്റർ റൈറ്റ് സൈഡില്. റൈറ്റ് ഇതിന്റെ ഇടപെടി എത്തിക്കോ. ആ ഇതെണ്ണം മറിക്കാണ്ട് പോണം കേട്ടോ. മറിക്കാതെ പോകുന്നത് എന്താ പാട്? എങ്ങോട്ട് കയറണം? മേലോട്ട് കയറണോ? മേലോട്ട്. ഓക്കെ. ഇതെനിക്കൊരു ടാസ്ക് ആണ്. മറിക്കാതെ മേളിൽ കയറ്റി വണ്ടി. പിന്നെ സാവേജിന് പെണ്ണ് സെറ്റ് ആയിട്ടോ. അതേ ഒരിക്കലും വിശ്വസിക്കൂലടാ. പെണ്ണ് സെറ്റായി പ്രപ്പോസ് ചെയ്ത്. ഇല്ല അത് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താ ഞാൻ പറഞ്ഞു തരട്ടെ, അവനത് കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവില്ല. അവ 2 ദിവസം കഴിയുമ്പോൾ അവള് തന്നെ ഇട്ടിട്ട് പോകും. മനസ്സിലായോ? ഇല്ല, അരമണിക്കൂർ ബ്രേക്കപ്പ് ആയി. ആ അതാ ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് അതെനിക്ക് വലിയ അത്ഭുതമില്ല. പക്ഷെ അവനാണ് ബ്രേക്കപ്പ് ആക്കിയെന്നാ കേട്ടെ. എടാ അതൊക്കെ ചുമ്മാ പുറത്ത് പറയണതല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെടിവെക്കാൻ മാത്രമല്ല അറിയുള്ളൂ. ഇവിടെ വെടിവെക്കാനും പ്രതിഷ്ഠയാണ്. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടാ. കണ്ട മലമണ്ടയ്ക്ക് പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് ഇവിടെ കസാരയിട്ട് പിടിക്കുന്നോ? ഇവിടെ സിറ്റിയിൽ വേറെ പാർട്ടിക്ക് ഭയങ്കര എക്സ്പോഷർ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. BVK ബോബ് വെട്ടറിക്കഴകോന്ന്. ഹലോ നന്നാക്കി പിരിവിട്ടിയതുപോലെ ഇരിക്കുക. ഇലക്ഷനെ കാണാൻ തോറ്റാ നാളേട് നമുക്കൂടാ. ആര്? ഹലോ ആര് ജോക്കി എന്തെങ്കിലും പറയുന്നുണ്ടോ? ജോക്കി എനിക്ക് കേൾക്കുന്നില്ല. ഹലോ അണ്ണനെ കേട്ടൂടെ? ഇല്ല, നിങ്ങൾക്ക് കേൾക്കാൻ എടാ എനിക്ക് കേട്ടൂടാ. ഹലോ ഹലോ ബ്രോ. ഹലോ കേക്കാവോ ഞാൻ പറയുന്നേ? ഓക്കെ. പേരെന്താ? തോമാച്ചൻ. ഓക്കെ. തോമാച്ചൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഒന്നുമില്ല, ഇത് വണ്ടി എടുത്തു കൊടുത്തിട്ട് ഇവിടെ ബാക്കിയുള്ള വണ്ടി TV അടിക്കുക. ദൈവമാണോ? അതെ എനിക്ക് കേൾക്കാറുണ്ട്. അണ്ണനെ കേട്ടൂടാ? എനിക്ക് കേട്ടൂടാ ജോക്കി. എനിക്ക് ജോക്കിയുടെ സൗണ്ട് മാത്രം കേൾക്കുന്നില്ല. തോമാച്ചന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം. തോമാച്ച പോയിട്ട് വരാവേ. തോമാച്ച പോയിട്ട് വരാവേ.
ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കാൻ നിന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. അണ്ണന്റെ സൗണ്ട് കേട്ടോ. ഇല്ല, ജോക്കിന്റെ സൗണ്ട് കേട്ടൂടാ. താഴത്ത് ഇറങ്ങിട്ട് സ്റ്റാർട്ട് ചെയ്യണം. താഴത്തെ റീസ്റ്റാർട്ട് ചെയ്യാം. മറിക്കില്ല. പറഞ്ഞേ പറഞ്ഞിട്ടില്ല വണ്ടി, പറഞ്ഞിട്ടില്ല. എന്റെ അകത്ത് പറഞ്ഞിട്ടില്ല വണ്ടി. എവിടെ പറഞ്ഞു? അണ്ണാ ഈ വണ്ടി സൗദി ഇറക്കിയതാട്ടാ. 2 ടയർ. ദൈവത്തിനെ കൊണ്ടൊന്ന് റീലോ ഘടിപ്പിച്ച ചിലപ്പോ ഇതാക്കുമായിരുന്നു. ജോക്കി അല്ലാതെ ഒന്ന് റീലോ അടിച്ചു നോക്കിയേ. ജോക്കി ഒന്ന് റീഫ്രഷ് അടിച്ചു നോക്കി. ദൈവത്തിനെ കൊണ്ട് റീലോ ഘടിപ്പിക്കണോ? തോമാച്ച മേളിൽ ഇപ്പോണ്ട്. തോമാച്ച, അയ്യോ ശരിയുള്ളൂ. തോമാച്ച പോലെ. തോമാച്ച മേലുണ്ടോ? ജോക്കി ഒരു മിനിറ്റ് പോ, ഒന്ന് പിടിച്ചേക്ക്. തോമാച്ചിന്റെ അടുത്ത് എത്തിക്ക ഇപ്പോ. ആരെ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത്? അതിരിക്കും തോമച്ചൻ. തോമാച്ച, ഏത് തോമച്ചൻ? തോമച്ചനൊക്കെ പോയി. തോമാച്ച T/help. ഈ പിങ്ക് കൂടിയുള്ള ആളെ ഒന്ന് റീലോ കടിക്കോ? ഞാൻ കള്ളനല്ല എന്ന് പറയണേ. നമുക്ക് മാറി നോക്കാം. ആര് കള്ളനല്ലെന്ന് പറഞ്ഞേ? ആരുടെ പറയണം? ഞാൻ തത്സമയത്തിൽ പറയണം. അതെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒരു A ക്ലാസ് മെറ്റ ആയിട്ട് വരുന്നുണ്ട്, മനസ്സിലായി? A ക്ലാസ് മെറ്റ. ജോക്കി കേക്കാവോ? റെഡി ആയില്ല, കേറിക്കോ. താഴെ കൊണ്ട് വിടാം. ഇപ്പഴാണ് തോന്നുന്നു. പുള്ളി തോമാച്ചിന്റെ കൂടെ പോയി കേട്ടാ. പുള്ളി പോയോ? അണ്ണനല്ലേ റീലോ അടിക്കണ്ടേന്ന്. ഞാൻ എന്തിനാ റീലോ അടിക്കണം? എനിക്ക് ബാക്കി എല്ലാവരും കേക്കാം. പുള്ളിയുടെ പ്രശ്നം അത്. എന്റെ പൊന്ന് മോനെ. ഓക്കെ തോമാച്ച, താങ്ക് യു സോ മച്ച് തോമാച്ചൻ. നന്ദി. ഇനി തൊട്ട് കണ്ണാപ്പിയാ അരമണിക്കൂർ മുന്നേ അല്ലേ വിളിച്ചത്? കറക്റ്റ് ആംബിയൻസിലുള്ള പേരല്ലേ? ആരുടെ? ശരിയല്ലേ, നമ്മുടെ തോമാച്ചന്റെ പേരല്ലേ? തോമാച്ചൻ മകനെ മറന്നിട്ടില്ല. എന്റെ അകത്ത് മറന്നിട്ടില്ല. വണ്ടി നേരെ പൊക്കോണ്ടിരിക്കുവാ. നിനക്ക് PL എന്തുവാ? എന്റെ PL മറന്നിട്ടില്ല. നിനക്ക് PL ഞാൻ നേരെ പൊക്കോണ്ടിരിക്കുവാ. ജന്മന നിനക്ക് PL കേട്ടോ. നീ റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എന്താ ജോക്കി? എല്ലാവർക്കും PL 10 ആയി 18 ആയി. നിനക്ക് 19 PL ഞാൻ സംസാരിക്കുന്നത്. ജോക്കി പറ. ഞാനൊരു കാര്യം പറയട്ടെ മോനെ. എടാ ഒന്നുമില്ല, അത് ഞാൻ പിന്നെ പറയാം. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. ബോബ് വെട്രിക്കഴുകാം വെട്ടിക്കഴപ്പനൊക്കെ പാർട്ടി നിർത്തിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മെന്റൽ പ്രഷർ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലയൻസ് ആയിട്ട് വന്നിട്ട് അവന് വയ്യെന്ന്. അവൻ വേറെ കപ്പിളാർപ്പ് ചെയ്യാൻ പോകുന്നു. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് നിർത്തിയത് നന്നായി. അല്ലേ ജോക്കിയുടെ കുറെ വോട്ട് മറിഞ്ഞേനെ. നീ ഉള്ളപ്പോഴോ? അങ്ങനല്ല ജോക്കി, നീ ഉള്ളപ്പോ വോട്ട് മറിയുന്നതാണ് നിനക്ക് ഒരു അങ്ങനല്ല. ഞാൻ എതിരെ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ നോക്കും ജോക്കി. എതിരെ നിൽക്കുന്നത് ബോബ് സ്റ്റാർ ആയതുകൊണ്ട് അവന് കുറച്ച് ഫാൻ ബേസ് ഉണ്ട് ജോക്കി. അവൻ കുറച്ച് ഡേഞ്ചറാണ്. അത് കുറച്ച് വോട്ട് മറിയും. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ജോക്കി കണ്ണാപ്പിയാണോ വിളിച്ചേ? കണ്ണാപ്പി ഞാൻ 10 മണിക്കൂർ മുന്നേ വിളിച്ചത് ഇപ്പോഴാണ് കാണുന്നത്. ആണല്ലേ? അപ്പൊ അവന്റെ വോട്ട് പോലും ജോക്കിക്ക് കിട്ടൂല അവനുണ്ടെങ്കിൽ. ഞാൻ ഉറപ്പ് പറയാം. അവന്റെ വോട്ട് എനിക്ക് വേണ്ടടേ. അതാ ഞാൻ പറഞ്ഞേ. എന്നെ കുറിച്ച് കുറച്ച് നീ എന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത്. ഇല്ല ജോക്കി, ഞാൻ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുവല്ല ജോക്കി. ലൈറ്റ് എന്ത് പോയത്? ജോക്കി കണ്ണ് കാണണ്ടേ? ഹെഡ്ലൈറ്റ് ഇല്ലാതെ എങ്ങനെ ഓടിക്കും? 7 മുതൽ 9 മണി വരെ പാർട്ടി പ്രവർത്തനമുള്ളൂ. അത് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനം ഇല്ല. അതെന്താ? 7 മുതൽ 9 കഴിഞ്ഞാൽ ലൈവ്. സൂപ്പർ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ലൈവ് ഉള്ളപ്പോ മാത്രം പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ജയിക്കൂല. ജനങ്ങൾക്ക് വേണ്ടി അവർക്കിടയിൽ ഇറങ്ങി പണിയെടുക്കണം. അത് ഞാൻ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണ് ഇവിടെ ആദ്യം പണി തുടങ്ങിയത്. എടാ ഈ RCB കപ്പ് കൊണ്ട് പോവടേ. അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കണ്ട ജോക്കി. എനിക്കിഷ്ടമല്ല. ചെന്നൈ സൂപ്പർ കിങ്സ്. അതെ ജോക്കി, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് അതല്ല. ജോക്കിക്ക് ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? നല്ല കോൺഫിഡൻസ് ഉണ്ട്.
ജോക്കി നീ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞു നീ കൈകെട്ടി ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർ അല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് കൈ കെട്ടിയിട്ടില്ല, അതല്ലേ പ്രശ്നം. എനിക്ക് അതിലും വലിയ പ്രശ്നങ്ങളാണ്. ഇഷ്ടം പോലെ ദിവസം കിടക്കല്ലേ, ഇത് വരാൻ തന്നെ 4-5 മാസം കഴിയും. നമുക്ക് കൈകെട്ടി ഇഷ്ടം പോലെ നേരം നിൽക്കുക. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നൊരു സംശയം. അതെന്താ ജോക്കി അങ്ങനെ പറഞ്ഞേ? ഇടത്തെ സൈഡിൽ നല്ല വേദന. അത് അറ്റാക്കിനാണേ. ഇടത്തെ സൈഡിൽ നെഞ്ചിൽ സൈഡായിട്ടാണോ? നെഞ്ചിലടാ, വയറിന്റെ താഴെ. വയറിന്റെ താഴെ. അതപ്പോ കിഡ്നി സ്റ്റോൺ. ഇത് ആരെങ്കിലും കല്യാണമാണോ? ഇതെന്താ പുതിയത് ഇങ്ങനെയാക്കി. ഇതിങ്ങനെ ആക്കി വെച്ചിരിക്കുവാണോ? ഇതൊക്കെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പാപ്പന്റെ തലയിൽ ഇങ്ങനെ കുറെ ഐഡിയ ഉണ്ടേ. സാധാരണ ഈ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അടി വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ലാഗൊന്നും ഇല്ലാത്ത, അവിടെ ഒരു ആവശ്യമില്ലാത്ത കുറെ തെങ്ങും കവുങ്ങും ലൈറ്റും കൊണ്ടുവച്ച് ഉള്ള FPS കൂടെ കളഞ്ഞ അവിടുത്തെ കണ്ട. എന്തിനാ ഇങ്ങനത്തെ അലങ്കാരമൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കണം. ഇറങ്ങിക്കോട്ടെന്ന് പറഞ്ഞു പുള്ളി. പോട്ടെ കാണിച്ചില്ലല്ലോ. പുള്ളി അല്ലേ ആളെന്ത് എനിക്ക് കണ്ടുകൂടാ. എവിടെ ഇറങ്ങിയത്? പുള്ളി പനയെ കയറിയ. ഹലോ നീ മൊണ്ണയാണോടാ നീ മൊണ്ണ? ഒന്നാ പേടി കിട്ടി. അണ്ടോ PL കണ്ടുകൂടാ. എന്റെ പൊന്ന് ജോക്കി, ഇത് കണ്ണിന്റെ കുഴപ്പമാ ജോക്കി. എന്റെ തത്സമയം ഒന്ന് എടുത്ത് നോക്ക്. എന്റെ PL എത്രയാണെന്നറിയോ? 42. എന്നിട്ട് എന്നെ പറയണം. എന്നെ പറയട്ടെ, എനിക്ക് ഇങ്ങനൊക്കെ നടന്നാ മതി. ഒരു പെണ്ണൊക്കെ കിട്ടുന്നുണ്ട്. കെട്ടണം. അന്ന് നമ്മള് കൊച്ചിനെ കണ്ടായിരുന്നു. നമ്മള് സംസാരിച്ചൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ കേസിലൊക്കെ വെറും മൊണ്ണ കേട്ടോ. നീ സംസാരിക്കാൻ പോലും അറിയത്തില്ല. പെമ്പിള സംസാരിക്കാൻ പോലും അറിയത്തില്ല. ജോക്കി അങ്ങനെ ആക്കിയത് നിങ്ങളല്ലേ എന്നെ. ഞാൻ രാപ്പകലില്ലാതെ ഒരു മിനിറ്റ് ഒരാൾ വിളിക്കുന്നത്. ജോക്കി ഒരു മിനിറ്റ്, എനിക്ക് കോൾ നടക്കണേ. എക്സ്ക്യൂസ് മീ. ഓക്കെ. ഹലോ ഹലോ ബാബു, എവിടെ നിക്കുന്നത്? മുള്ളി എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ സാന്റി ജീലോട്ട് അടുത്ത്. നീ എവിടെ നിക്കുന്നത്? കൂട്ടാരുണ്ട്. ഒരു സ്ഥലത്ത് പെട്ടിരിക്കുവാ മുള്ളി. കൂടാരുണ്ട്? ജോക്കിയും ലെക്സും. LX2. അയ്യേ പെണ്ണാണ് വിചാരിച്ചല്ലേ? സത്യം മുള്ളി. അല്ലല്ല ആണാ. അന്നു അറിഞ്ഞായിരുന്നോ നമ്മൾ അന്നത്തെ ബോഡി കേസ്? ഇല്ല, അറിയിച്ചിട്ടില്ല. ആൾക്ക് വിഷമം വരില്ലേ? ഇപ്പൊ അറിയിക്കണം മുള്ളി. മുള്ളി ഒരു കാര്യം ചെയ്യും, ഒരാള് പിന്നെ സ്ഥലത്തോട്ട് വരാമോ? ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. അല്ല മുള്ളി ഇവിടെ എനിക്കൊരു ലൊക്കേഷൻ, ഞാൻ അങ്ങോട്ട് വരാം. അല്ലല്ല ലൊക്കേഷൻ അയച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. ആണോ? അല്ലെ ഞാൻ പറയാം മുള്ളി, അതിന് ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ മുള്ളി ഒരു ലൊക്കേഷനിൽ നിന്നോ, ഞാൻ പറഞ്ഞോളൂ. എനിക്ക് നോ പ്രോബ്ലം. കുറച്ച് അടുത്ത ലൊക്കേഷൻ ആയിരുന്നല്ല. വണ്ടി ഉണ്ടോ അടുത്ത്? പിന്നെ സ്പീഡിൽ പോകുന്നില്ല വണ്ടിണ്ടല്ലോ. എടാ വരാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എടാ ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒരു ചെറിയ പണിയില്ല, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ബാബു ലൊക്കേഷൻ ടൈപ്പ് അയച്ചുതരാം. ഓക്കെ എക്സ്പാമിന്റെ ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് വരണേ, ഞാൻ അതിലെടുത്തോട്ട് വരാം. ബാബു പിന്നെ മൈക്കാട് ബാബുവാ, നമ്മളെ ബാബു തപ്പൂതിരി. ജോക്കിക്ക് എന്തോ ജോക്കിയുടെ അടുത്ത് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ സംസാരമൊക്കെ പണ്ടേ നിർത്തിയതാ. അതെന്താ ജോക്കി എങ്ങനെ? പണ്ടൊക്കെ ഓർമ്മയുണ്ടോ നമ്മള് രാത്രി മറ്റേ രാത്രി വരെ ശ്രദ്ധിക്കാതിരിക്കുന്ന? പിന്നെ അതൊക്കെ ഒരു കാലം ജോക്കി. വെളുപ്പിനെ വരെ ഇന്ന് രാത്രി മറ്റേ വണ്ടി പിടിപ്പിണ്ടേ. പിന്നെ ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്യും, ഇന്നൊരു നമുക്ക് ലോങ് ആക്കാം. ഇന്നത്തെ RP കഴിയുന്നു, ഞാൻ നേരെ വരുന്നു, മറ്റേ PC ഓൺ ആക്കുന്നു, യൂട്യൂബിൽ ലൈവ് ഇടുന്നു, നമുക്ക് രാവിലെ വരെ വണ്ടി ഓടിക്കാം. ഞാൻ വരാം. GTയുടെ 5 വിക്കറ്റ് പോയെന്നോ? 5 വിക്കറ്റോ? എത്ര ദിവസം ഉണ്ടാവുന്നു ഇവിടെ?
ഏതാണ് ദേ, ആ സമയം. ഇപ്പൊ ഓസി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലടാ സിറ്റിക്കകത്ത് ആ, അവസ്ഥയ്ക്ക് വണ്ടി 51-5 ആ, യൂട്യൂബ് അല്ല, ഇത് ജയിച്ചെടുക്കാൻ പാടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. നല്ല പ്രഷർ ഉണ്ടാകും വണ്ടി അവർക്ക്. എടുത്തോണ്ട് സിറ്റിക്കകത്ത് വന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിമല ആ, അപ്പൊ വണ്ടി എടുത്ത് RCB പിടിമലയുടെ മുകളിൽ വരാം എന്നാണ് അവൻ ഇൻ ഉദ്ദേശിച്ചത്. ഫൈനൽസ്. ഓക്കേ. എന്നിട്ട് നമ്മൾ രാവിലെ മുതൽ പിടിമലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് ഓടി ഓടി കളിക്കും. ഓസി പറയുന്നത് കിട്ടവനെ സൂര്യനാരായണ ആ, അല്ല, സിറ്റിയില് കൂടുതലുണ്ട്. കൂടുതൽ വരുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചേ. വേണ്ടു അറിഞ്ഞൂടാ, ഇതില് കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗ്യം 49 കഴിഞ്ഞത്. സത്യം. കൂടുണ്ട് കൂടുതലുണ്ടല്ലോ. സിറ്റിയിൽ കൂടുതലുണ്ട്. ആ, നമ്മ കൂടുതൽ വരുന്ന കാര്യം ഞാൻ ചോദിച്ചേ. ബസ്സില്ലേ എങ്ങനെ കളയുവേ ഹിക്ക് ചെയ്യുവേ ഹിക്ക് ചെയ്യുവേ എടി ഇന്നാണോ IPL ഫൈനല്? അല്ല നോക്കി, ഇന്ന് ക്വാളിഫയേഴ്സ് ഫസ്റ്റ്. RCB ക്വാളിഫൈ ഫൈനലായി. ഇനിയിപ്പോ എലിമിനേഷൻ സെക്കൻഡ് ക്വാളിഫയർ എലിമിനേറ്റർ. പഞ്ചാബ് പോയ ആരുമായിട്ട് ഫൈനൽ? ഇന്ന് ഫസ്റ്റ് ക്വാളിഫയറാ ജോക്കി. RCB മാത്രമേ ജയിച്ചതെന്ന് ക്വാളിഫൈ ആവുള്ളൂ. എന്റെ മൈൻഡിലേക്ക് RCB വീണ്ടും കപ്പ് വെക്കും തോന്നുന്നുണ്ടോ? ഞാൻ ഓസി സംസാരിക്കാറില്ല ജോക്കിയുടെ പറഞ്ഞ പോലെ. ആ, ശരി. അതൊക്കെ RCB ഫാൻസിന് ഓരോ മാസ് വീഡിയോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫാൻസിനെ തള്ളക്കി വിളിക്കും. അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ RCB ഫാൻസിനെ തള്ളക്കി വിളിക്കും. എന്തിനാ അതിനെ പറ്റി സംസാരിക്കണം? ഒഴിവാക്കണമല്ലേ നല്ലത്. അയ്യോ, ഞാൻ പിടിച്ചോ. അടിക്കണ്ടേ? ഇതാരാ? ബാബു മള്ളി ഇവിടെ ഓരോരുത്തർ ഫാൻസ് ആണെന്ന് തോന്നുന്നു. മള്ളി ഞാൻ വരുന്ന അങ്ങോട്ട്. ആണല്ലേ? അല്ല മള്ളി ഓക്കെ. ഞാനെന്നെ വിളിച്ചേ. ബാബുവിന് നമ്പർ സേവ് ചെയ്യട്ടെ. ഹലോ ഹലോ ബോക്സർ വെട്ടിക്കഴകം സങ്കട വാർത്ത അറിയിക്കണ്ടടാ. എന്താ എന്ത് പറ്റിയാ? ഞങ്ങൾ എവിടെ നേരിട്ട് സിറ്റിയിൽ ഇറങ്ങിയപ്പോ തൊട്ട് ഫുള്ള് ഇവിടെ മൊത്തം BVK അണികളാണല്ലോ. എനിക്ക് ഞാനത് വരാൻ അവിടെ വന്നിട്ട് ഞാൻ റിവീൽ ചെയ്യാം ട്രൂത്ത്. നമ്മുടെ പമ്പിലുണ്ട് വാ. എല്ലാവരുടെ നമ്പർ സേവ് ചെയ്യട്ടെ. ബോബു 10 add to contact ബാബു ബംഗാളി. അവൻ അങ്ങനെ ഒരു അത് വിളിക്കുമ്പോൾ അവന് ഇഷ്ടമല്ല. ഇവനൊക്കെ എൻ്റെയൊക്കെ പേര് എന്തൊക്കെയായിരിക്കും സേവ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേഷപ്പട്ടി. എടാ, നിന്നെ ഈ റീത്തും കൊണ്ടാണ് ജനിച്ചത്. നീ ജനിച്ചു വീണപ്പോഴേ റീത്തിലാണ് വന്നത്. അല്ല, വേഷപ്പട്ടി സേവ് ചെയ്ത അങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് വേഷപ്പട്ടി. ജോക്കി കേക്കാവോ? ജോക്കിയെ ബാബുവിനൊന്ന് കാണണം, ഒന്ന് കണ്ട് സംസാരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ബാബു എന്തോന്ന് വരുന്നു കേട്ടോ. ആ സൗണ്ട് കേട്ടാൽ അറിയാതെ ബാബു ആണെന്ന്. അവോയ്ഡിങ് ആണല്ലോ. ഇതാര്? ഭാര്യ എന്റെ അവോയ്ഡ് ചെയ്യാൻ. ബാബുവിന് ഇത് ബാബു അല്ല. നിന്നെ ഞാൻ ഈ ഡ്രസ് മാറിയിട്ടെ എല്ലാരും ബോബേ ബോബേന്ന് വിളിക്കുന്നേ. എന്താ പറ്റി? ബോബി ബോബി ഒരു മിനിറ്റ് ഇങ്ങോട്ട് അടിച്ചിരിക്കണം എന്ന് മെസ്സേജ്. അണ്ണാ മറന്നു എന്നെ.
എന്നാണ് ഞാൻ പഴുത്ത് കല്ലുള്ളി. ഹലോ എന്നാ എടാ ഒരു മിനിറ്റ് ഇവരെ ഒന്ന് വിളിച്ചോട്ടെ. ആ എവിടെ ഫുഡ് ഉണ്ടോ? ഹലോ എന്നെ മറന്നോണ്ടാ കേട്ടില്ല. എന്നെ മറന്നോണ്ടാ നിന്നെ മറക്കാൻ നീ എന്റെ ഭാര്യ ഡെയിലി നിന്നെ വിളിച്ച് നിന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിയിക്കാൻ. അടാ എവിടെ ഉണ്ട് ഞാൻ സിറ്റിയിലുണ്ട്. ഓക്കെ ഓക്കെ ചില്ലാടുണ്ടോ? ചില്ലാടി ഇടുവാ. ശരിയാണല്ലേ അതെ തീർച്ചയാണ് അവിടെ പോയിട്ട് വാ. നമുക്കൊരു ബുദ്ധി ആ, ബോബേ പറ. എവിടെ അതെ ഹലോ 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 അണ്ണ കേക്കാവോ? ഇയ്യല്ലോ. എടാ കോള് വെക്കണ കണ്ണാപ്പി. ഓ ഞാൻ വെക്കണോ ശരി ആ പറടാ ബോബ് വെട്ടിക്കഴകം. അണ്ണ മള്ളി ഫോണ് ബാബു മള്ളി കിട്ടുന്നേ മരിച്ചു ഇപ്പൊ ആരോടും പറയണ്ട. പുള്ളിക്ക് സംസാരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് മള്ളി. കുറച്ചു നേരം അണ്ണൊക്കെ ഇരുന്ന് ശവത്തിനോട് സംസാരിക്കണ്ട്. എന്താ നിനക്ക് ബാബു? ജോക്കി കത്തിപ്പോയേ. മള്ളി കത്തിപ്പോയിട്ടോ, കറക്റ്റ് ടൈമിൽ കത്തിപ്പോയിട്ടാ. ഹലോ മറ്റേ സാധനല്ലേ? ഹലോ ഹലോ ആരാ? ആ അതെ. പോലീസ് സ്റ്റേഷന്റെ അവിടെ ഉണ്ടായിരുന്നു. എന്ത് ആരായിരുന്നത്? ഇത് തോമാച്ചൻ. തോമാച്ചനാ? ആ ഞാൻ പോലീസ് സ്റ്റേഷന്റെ അവിടെ വരണം. ആ കാര്യം എന്താ? ഒരു കേസിന്റെ ഭാഗമായി അന്വേഷിക്കാനാണ്. ഓ പി ഡി എന്നല്ലേ വിളിക്കുന്നേ? പി ഡി ഓഫീസറുടെ പേരെന്ന് പറഞ്ഞേ? തോമാച്ചൻ. തോമാച്ചൻ. ഇല്ല പി ഡിയിലോട്ട് വരാൻ സൗകര്യമില്ല. വന്ന് അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യും. നമ്മൾ പണ്ടേ ഈ ലീഗല്ലടാ. ആരാന്ന് ചേർത്ത് പാർട്ടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കേട്ടുമായിരിക്കും. ഹലോ വാസം ഒരു പ്രാങ്കല്ല വാസം. എന്താ കേട്ടില്ല? ഒരു പ്രാങ്കല്ല വാസം. നിന്റെ ഈ സൗണ്ട് വെച്ചിട്ട് നീ പീഡിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കൂടാ? പീഡിന്നൊരു കൊച്ചു പയ്യൻ പീഡിന്ന് വിളിച്ചിട്ട് പി ഡി ഓഫീസറാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? ഒരാളെ പ്രാങ്ക് ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഗൗരവത്തിൽ സംസാരിച്ചു. നീ കുറച്ചും കൂടെ ഗൗരവത്തിൽ സംസാരിച്ച ചിലപ്പോ വിഷമം. അന്നപ്പോ എവിടെ ഉണ്ട്? എടാ ഞാൻ ഒരു പരിപാടിയിൽ നിൽക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അന്ന മറന്നു പോയില്ല. അപ്പൊ നിന്നെ മറന്നു പോകാൻ നിന്നെ എങ്ങനെ എനിക്ക് പരിചയമില്ലല്ലോ. ആ പരിചയമുണ്ട്, നമ്മൾക്ക് പരിചയപ്പെട്ടിരുന്നു. ഓ എടാ ഞാൻ ഒരു ഗ്യാങ്ങിന്റെ പരിപാടിക്കകത്താണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. കീർത്തി അലച്ചനെ എന്താണ് വിശേഷം? സുഖമല്ലേ? ആള് സുഖമായിട്ടിരിക്കുന്നു മള്ളി. ഫ്ലോട്ട് പോലെ അനങ്ങായിരിക്കല്ലോ മരിച്ച്. എടാ പുള്ളി സംസാരിക്കാൻ കേൾക്കുന്നില്ല അവർക്ക്? ഇല്ല ആ ബോബാ ബോബാ ബോബാ. കഴിച്ചോന്നല്ലേ ചോദിച്ചത്, കുടിച്ചോന്നാ? അത് രണ്ടുകൂടെ. ഇപ്പൊ വരും. ജോക്കിപ്പോ വരും. ഓക്കെ ഓക്കെ. എടാ ബോബ എന്തായാലും നിന്റെ വെട്ടിക്കഴിഞ്ഞ പാർട്ടിക്ക് നല്ലൊരു അനുഗ്രഹം വാങ്ങിച്ചു പുള്ളിയിരുന്ന്. ഇല്ല ഞാനേ നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ഞാനാണ. നമ്മൾ രണ്ടല്ല, നമ്മൾ 3 പേര് കേൾക്കുന്നുണ്ട് ഇത്. 3 പേര് പറയാനുള്ളത് പറഞ്ഞാ മതി. കാരണം പൊടിയാണെന്ന് ഇവന് എവിടുന്നോ ക്ലൂ. എടാ നമ്മുടെ 3 പേരുടെ മുമ്പിൽ വെച്ച് പറയാക്കി പറഞ്ഞാ മതി നീ ഇത്. ഞാൻ ഞാൻ നമ്മുടെ BVK ഇപ്രാവശ്യം മത്സരിപ്പിക്കുന്നില്ല. അതെന്താ? ഇൻഫർമേഷൻ കിട്ടി. ഇത്തവണ നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞാൻ പിട്ടലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പേരെന്ത് വേണം? സത്യം മുതുക്ക് പമ്പ് കഴിയുമ്പോ
ഇതിപ്പോ അടക്കാനുള്ള പരിപാടികൾ ചെയ്യണം താണ്ട് ശവത്തിലേക്ക് ഇരിപ്പുണ്ട്. ഇല്ല ഇടയ്ക്ക് കാറ്റിടിക്കുന്നുണ്ട് തലാരം വന്നിട്ട് പെട്ട മുള്ളി. അതുകൊണ്ട് ചെറിയ റിയലിസ്റ്റിക് ഫീൽ ഉണ്ട്. എടാ നീ തോക്കൂന്ന് പറഞ്ഞാണോ പിന്മാറിയത്? അല്ലാണ് അത് ചെറിയ ചെറിയ ഹേറ്റ് ആയി അണ്ണോ അണ്ണോ അണ്ണ വെളിയിൽ പോകാൻ വിളിച്ച് അണ്ണോ എവിടെ കുട്ടേ അണ്ണോ എല്ലാരും വരുന്ന ഏത് നായാടാ ഈ നോക്കി അണ്ണോ ഒന്ന് നമ്മളെ പിത്തർജി ജോക്കി വന്നതറിയാവോ? ആ ഇതാ ജോക്കി ഡ്രസ് മാറി. പിത്തർജിയുടെ മുണ്ട് വയ്ക്കണം. ആ നേരത്തെ ഡ്രസ് ഓൾറെഡി മാറി ജോക്കി. ഇപ്പൊ ഇതാണ് ജോക്കിയുടെ ഡ്രസ്. പാർട്ടി പ്രവർത്തനമല്ലേ? ഓ ഇങ്ങനെയല്ലേ പാർട്ടിക്കാരല്ലേ പിത്തർജി? അണ്ണു കേൾക്കുന്നില്ലേ പിത്തർജി പറയുന്നത്? കേട്ടൂടെ? ഹലോ ഹലോ അണ്ണു പുള്ളിക്ക് നമ്മള് പറയണതേ കേൾക്കണില്ല. അങ്ങോട്ട് കേട്ടൂടെ? പിന്നെന്താ ജോക്കി വിളിക്കണേട്ടില്ലേ പുള്ളി ഇത്ര നേരമായിട്ട്? ഇവൻ വിളിക്കുന്ന എനിക്ക് കേൾക്കുന്നില്ല. ഡേയ് തങ്കം ഡേയ് ഡേയ് ഇത് ഇറങ്ങിക്കേറി അപ്പൊ അതെ ഇറങ്ങിക്കേറി. എടാ ഇത് നമ്മള് വീണ്ടും ഹോപ്പ് കൊടുക്കൂല്ലേ ആൾക്കാർക്ക്? എടാ ഞങ്ങളെ എസ് പമ്പ് അതുകൊണ്ട് ഗാംഗ്രാഡി കയറാൻ പറ്റില്ലേ? എന്താ കേട്ടില്ല? വാ എസ് പമ്പിലോട്ട്. ഓ നമുക്ക് വരാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല, അതാണ് പറ്റിയത്. പക്ഷെ വന്നപ്പം അണ്ണോട്ട് പിറ്റേ 83 കണക്ട് ചെയ്യാൻ പറയും എല്ലാവരോടും. ബാലിനൊക്കെ 83 ഇരിപ്പുണ്ട്. എടാ 83 കണക്ട് ചെയ്യോടാ. ബാലിനൊന്നും കേറാൻ പറ്റില്ല. 83 കണക്ട് ചെയ്യോ? ഞാൻ കുറച്ച് ബിസി തിരക്കിലായി പോയി, അതുകൊണ്ടാണ് ബാലിന്റെ സ്ലോട്ട് ഇടാൻ പറ്റാഞ്ഞത്. എന്ത് ചെയ്യാൻ കൊണ്ടടക്കാന്ന അത് വെച്ചിരിക്കാനാ വണ്ടിയില്. ഇത് ഞാൻ പറയണേ ഇന്ന് വൈകിട്ടോട് കൂടി അഴിവ് വേണ്ടത്. ജോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിൽക്കി പോവല്ലേ സ്മെല്ലടിക്കും ജോക്കി. ഇനി ഒരു ദിവസം കൂടെ അത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിലിരിക്കുകയായിരുന്നു ഈ ബാഡി. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ ബാബു. ഇതിപ്പോ പുള്ളി മരിച്ചിട്ട് ഏകദേശം 3 വർഷം ആവാറായി. 3 വർഷത്തിന് മുന്നേ തായ്ലൻഡ് കൊണ്ടുപോയായിരുന്നു. തായ്ലൻഡ് പോയി അവിടെ വെച്ചിട്ട് മറ്റേ കഴുത്തിൽ ചെറിയ കൊച്ചു കരുത്ത പോയില്ലേ, അത് ചിലർ ചാടിപ്പോയി. അതെ എന്നിട്ട് അതിന് പകരം താഴെ കിടന്ന ഒരു കറുത്ത കരിമ്പുലിയില്ലേ, കരിമ്പുലിനെ എടുത്ത് തിരിച്ച് കഴുത്തി വെച്ച് സ്പോട്ടിൽ ഡെത്ത്. അങ്ങനെയാണ് മരിച്ചത് ആള്. അങ്ങനെ മരിച്ചു. പക്ഷേ ശ്രദ്ധിക്കണം. നമ്മള് വിചാരിച്ചു ജോക്കിയെ നമ്മൾ അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അന്ന് ടി വിന്ന് കുറച്ച് പേര് പോയില്ലേ, വേറെ എതിർത്തോട്ട് പോയില്ലേ. ആ പോയ സമയത്ത് പുള്ളി പോയെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പുള്ളി ഈ സെയിം സമയത്ത് പുലി പിടിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ല. അവനല്ലേ പണ്ടേ ഉള്ളതാ, ഇല്ലാത്തടത്ത് അഭിപ്രായം പറഞ്ഞു ഓരോരുത്തർ തലേ കയറ്റി വെക്കുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം ആള് തീർന്നില്ലേ? അല്ല മരിച്ചതല്ലേ ടെസ്റ്റ്, ആള് മരിച്ചിട്ട് ചെയ്യണ്ടേ? പിന്നെ ആൾക്കാരൊക്കെ വിളിക്കട്ടെ, എല്ലാരും വിളിച്ചറിയിക്കണം. ഫ്രണ്ടിൽ കൊണ്ടൊരു പൊതുദിവസത്തിന് വെച്ചാലും പൊതുദിവസത്തിന് വെക്കണം. പിന്നെ ജോക്കി ഇത് വെക്കാതെ പൊതുദർശനം എത്തിക്കാം. മുതലിനെ കണ്ടോ? ഇത് ശവമാണോ അതോ ശവത്തിനെങ്കിലും വേണമെന്ന് വിളിക്കാതെ പിന്നെ എങ്ങനെ തല വീണ അങ്ങോട്ട്? എന്തൊരു സാരമൊക്കെയാണ് അത്. വണ്ടി ഏച്ചി മാർക്കല്ലേ തണുപ്പ് കുറഞ്ഞ അപ്പൊ അഴിവും സ്മെല്ലുണ്ട്. എന്തിനാ ഇവര്? ഹലോ ഹലോ കേക്കോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും ഒരു ക്ലോസ്ഡ് വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നുടാ. എക്സ്പെൻസ് കൂടുതൽ പള്ളി. എത്ര വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ AC ഉള്ള ഒരു വണ്ടി, ഇത് ഇങ്ങനെ ഒരു ഹൈവേ പോലെയാണ്.
മുള്ളി ഇത്രയും ദിവസം തന്നെ ഇത്രയും ദിവസമല്ലേ ആ മോർച്ചറിക്കകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഓൾറെഡി വെച്ച ഒരു ഡെഡ് ബോഡിന്റെ അടിയിലാണ് ഇത് ഞാൻ വെച്ചിരുന്നത്. ഇപ്പൊ എടുത്തോണ്ട് ഓടി വന്ന പാടെ എനിക്കറിയാം ആരും കാണാതെ. നീ 2 ദിവസം ഏതോ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചേക്കുവായിരുന്നു പറഞ്ഞിരിക്കേ. സത്യം. എടാ നാളെ ഞാൻ ചത്താലും എക്സ്പെൻസ് കുറയ്ക്കാൻ നീ ഇതൊക്കെ തന്നെ ചെയ്യുള്ളല്ലേ. മൊള്ളിക്ക് ഇങ്ങനെയൊന്നും അല്ല. മൊള്ളിയുടെ മരണം മൊള്ളിയൊന്നും കാണണം. മൊള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അയ്യോ എനിക്ക് കാണണ്ട. അല്ലല്ല എനിക്ക് കാണണം. അതിനെപ്പറ്റി സംസാരിക്കുക വേണ്ട. നിന്റെ കഴിവ് കളിക്കാൻ ഞാനിത് ചാവാം. പണ്ട് ഞാൻ കഴിവ് തെളിയിച്ചില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് എവിടെ കൊണ്ട് വെക്കണം? ഗാംഗോസിൽ കൊണ്ട് വെച്ചാൽ മതിയോ? നമുക്ക് കെവിനെ എല്ലാവരും വിളിക്കണ്ടേ? ഒന്ന് അവസാനമായിട്ട് കാണണ്ടേ എല്ലാവർക്കും? എല്ലാരും ഒന്ന് കാണിക്കണം മള്ളി. ഞാൻ പറയുന്നത് സിറ്റിയിൽ ഈ വണ്ടി എടുക്കണം. നമുക്ക് ഈ വണ്ടിയോട് കൂടി ഒന്ന് സിറ്റി കൊണ്ട് കറങ്ങിട്ട് വന്നാൽ എന്നിട്ട് സാധാരണ മള്ളി ഗാംഗോസിലോട്ട് വന്നല്ലേ ബോഡി കാണുന്നത്. നമുക്ക് വെറൈറ്റിയുടെ ബോഡി എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല ഗൈസ്. എനിക്ക് തിരിച്ചു കയറാൻ പറ്റൂല. എന്തൊരു അവസ്ഥയല്ലേ, എന്തൊരു വയ്യെന്നോ ബ്രോ. മറ്റേ കേരള വിഷൻ ഉള്ളവർക്ക് സിറ്റി കയറണമെങ്കിൽ വാർപ്പെന്ന് പറയണ സാധനം ഇടണം. അതിടാതെ കയറാൻ പറ്റത്തില്ല. ഓണാക്ക വെയിറ്റ്. ട്രൈ ചെയ്യാം. ഇനി സ്റ്റോറി ഇടണ്ടാന്നോ? സ്റ്റോറി ഇട്ടാലും ഇത് MRC ഒക്കെ എന്തിനാണ് അവൻ ചെയ്യുന്നത്? MRC ഒന്നും അല്ല ഇതിന് തോന്നുന്നത്. ഇതിലൊക്കെ MRC ഒക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ നമുക്കിതുണ്ട്. സിറ്റി അടിച്ചു പോയാൽ അവർ ഇവിടെ തന്നെയല്ലേ കളിക്കുന്നത്. നിങ്ങൾക്ക് ലോജിക്കില്ല ചിന്തിക്കാതെ എല്ലാത്തിലും അവരെ പിടിച്ചിടുന്നത് എന്തിന്? സിറ്റി അടിച്ചു പോയാൽ അവർക്കും കളിക്കാൻ പറ്റില്ലല്ലോ. അവരിവിടെ തന്നെയല്ലേ കളിക്കുന്നത്. വൈറ്റിയിലിട്ടല്ല. വൈറ്റിയുടെ അല്ലടാ, വൈറ്റിയുടെ അല്ല, കിക്കിലാണേലും രണ്ടിലും എൻ്റെ സ്ട്രീം ലാബ്സ് കണക്ട് ആകത്തില്ല. ഇതിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രീം ലാബ്സിൽ നിന്ന് ലൈവേ പോകണില്ല. വൈറ്റിയുടെയും കിക്കിന്റെ ഒന്നും അല്ല. എനിക്ക് നോക്കട്ടെ, കണക്ട് ചെയ്ത് നോക്കട്ടെ. കണക്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഗൈസ്. VC പോന്നോ? സിറ്റി എല്ലാരും കത്തിയോ? ഹലോ എടാ, ഇതെന്താ സൗണ്ട് കേൾക്കാത്ത? അരമണിക്കൂറായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വരും. എടാ എല്ലാരും കത്തിയോടാ? അവിടെ നിന്ന് മൊത്തം കത്തിയില്ലേ? അണ്ണാ ഇന്നലെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ കാലൂത്തി കത്തി. അതാ ഞാൻ പറഞ്ഞ, ഇന്നലെ ഞാൻ ഇത് വെളിയിൽ നിന്ന് നിങ്ങളൊക്കെ RP കാണുമ്പോ സെർവർ നോർമലായി തിരിച്ചു വരാം. നീ വരാറായ ടൈമില്ല, മാത്രമേ പറ്റൂ. അണ്ണാ ഇനി സർപ്രൈസ് ആയിട്ട് അങ്ങ് ലൈവ്. എടാ എന്തായാലും ലൈവ് ഇട്ട് കുറച്ചു നേരം 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ RP കയറുമെന്ന് കാണാം. ഡീലോസ് അടിക്കാൻ വേണ്ടിട്ട് സമയമൊന്നും എടുക്കൂലല്ലോ. അത് ഓടി ഇവിടെ വരാൻ അവൻ അപ്പോഴേ തുറന്നു അടിക്കൂലേ. 10 മിനിറ്റ് കളിക്കാം. 10 മിനിറ്റ് കളിക്കാം. കളിയാ ഞാനാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം. ഞാനിപ്പോ TV നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് നടക്കണം. ഞാൻ ഇന്നത്തോടെ ഗെയിം നിർത്തുക. ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെങ്കിൽ എനിക്കൊരു ലോട്ട് കിട്ടുമല്ലോ. ലോറി ക്ലിയർ വരാം. എടാ ഇതിങ്ങനെ അടിച്ചു പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇപ്പഴേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ഇതാണ് കേരളത്തിലുണ്ട്. എടാ ഇത് അടിച്ചു പൊക്കോണ്ടേയിരിക്കും.
അണ്ണ കൊറേ ട്രൈ ചെയ്തിടാതെ എനിക്ക് സെറ്റ് ചെയ്യാൻ അറിയാം. ഞാൻ അണ്ണൻ പറഞ്ഞ കേറിയില്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിന്റെ സഹായത്തിൽ കേറി കളിക്കണ്ട സത്യമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ സഹായം കേരള വിഷയമാണ്. ഞാൻ വേറെ നുടുക്ക് സംഭവം വേറെ വലിയ പരിപാടി ഒന്നും ഇത് അല്ല. കേരള വിഷയം അല്ലാത്ത ബാക്കിയുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ? കേറാൻ പറ്റും, അവർക്ക് കേറാൻ പറ്റും. പക്ഷെ അണ്ണന് കേറാൻ പറ്റില്ല, വ്യത്യാസമുണ്ട്. അണ്ണൻ കേരള വിഷയം കേറാൻ പറ്റത്തില്ല, ബാക്കിയുള്ള നെറ്റ് ഉള്ളവർക്ക്. ഞാൻ കേറി നിങ്ങളെല്ലാം കേറിയോ? എല്ലാരും കേറിയോ? ബാബു സാറിനെ കേറിയിരിക്കുന്നു. ഞാൻ എന്റെ കണക്ടിങ് വെയിറ്റ് അതാവില്ല. ബാബു സാർ എവിടെ പോയത്? എടാ പിഴച്ചവനെ, നിന്റെ നാക്കെടുത്ത് പറയാടാ തല്ലുള്ളി. ലൈറ്റ് എങ്ങനെയുണ്ട്? ലൈറ്റ് വെള്ളം നോക്കി അടിപൊളി. ഇതാ വലിയ ഹീറ്റ് ഒന്നും ഇല്ല, ചൂടൊന്നും ഇല്ല വലുതായിട്ട്. അതാ ഹണി കോമ്പ് വെച്ചേക്കുന്നുണ്ട്, സെറ്റാണ്. എന്താടാ കോമഡി? അത് AC ആണോ? അല്ല നീ അതിന്റെ ഇടയ്ക്ക് എന്തോ കുണ്ണത്തിനും എന്തോ പറയാൻ വന്നല്ലോ. സോഫ്റ്റ് ബോക്സ് ആണോ? ഹലോ, സോഫ്റ്റ് ബോക്സ് ഹണി കോമ്പ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താ ഹണി കോമ്പാണ് വെച്ചത്, പക്ഷെ വേറെ സാധനം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മോഡല്. ആണോ? നീ അത് മേടിച്ചു വെച്ചോ. നിന്റെ ഇപ്പോഴും മറ്റേ ഭിത്തിയിലുള്ള തൂക്കിയിടുന്ന മറ്റേ ആ ലൈറ്റ് അല്ലേ? എല്ലാം മാർക്കറ്റിൽ ഇറങ്ങിയേക്കുന്നത് എല്ലാം ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഒരെണ്ണം പോലും ഇല്ല, കയ്യിലില്ല. ഉപയോഗിച്ച് വർഷങ്ങൾ തഴമ്പിച്ച എക്സ്പീരിയൻസ് പോലെ സംസാരിക്കുന്നത്. 3 വർഷമായിട്ട് പറയണത്. ഓ സീനാണ്. എടാ ഇതിന്റെ കാര്യം പറയാ, അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല നിനക്ക് ഇതുവരെ. ഓരോ സീസണിലെ റവന്യൂ കുറയുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടും. അപ്പൊ ആൾക്കാർ ആരെങ്കിലും മോനെ ഗെയിമിംഗ് റൂം ഒക്കെ പണിയുമല്ലേ, ഈ 50 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും. മനസ്സിലായ? ഇത് കിട്ടിക്കഴിയുമ്പോ അങ്ങ് പോവും. പിന്നെ അവര് എവിടെ ഗെയിമിംഗ് റൂം എന്ന് ചോദിക്കുമ്പോ അവനെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. പോടാന്ന് പറഞ്ഞിട്ട് അവന് ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. അവനെ മുണ്ട് നോക്കി കാണിച്ചു വിടും. ഇത് 3 വർഷമായിട്ട് ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നോണ്ടിരിക്കുന്ന സംഭവം. ക്യാമറയിൽ വേറെ ഇല്ല, വേറെ കേസ്. ഇവ ഏറ്റവും കൂടുതൽ ലൈവ് ഇട്ടത് കാർ എടുത്ത സമയത്താ. പിന്നെ അതിനുശേഷം ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം എടുക്കുന്നത് ഈ iPhone 17 ഇറങ്ങിയ സമയത്താ. ഇനി 3 മാസം PS5 കിട്ടാൻ വേണ്ടിട്ട് 2 ആഴ്ച ഇട്ടു. ഇനിയിപ്പോ 3 മാസത്തേക്ക് ഈ ഒരു വലിയൊരു എമൗണ്ട് വേണം. അപ്പൊ ഒരു 3 മാസത്തേക്ക് കണ്ടിന്യൂസ് തെണ്ടലുണ്ടായി. നീ സ്ട്രീം ചെയ്തത്? സ്ട്രീം ചെയ്തില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചു. ഞാൻ പറയാം, ഞാൻ മറ്റേ ഈ ഇത് ഗിഫ്റ്റ് കിട്ടുന്ന PS5 ഗിഫ്റ്റ് കിട്ടുന്ന ലൈവിൽ നിന്ന് കണ്ടപ്പം ഒരാൾ വേറൊരാളോട് പറയാൻ വന്നു, ഇതൊരു സാങ്കല്പിക സ്റ്റോറി മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. എടാ ദാസാ, നമ്മുടെ ഇനി ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി PS5 ഗെയിംസ് ഒക്കെ സ്ട്രീം ചെയ്യാം. എന്ത് രസമായിരിക്കും അല്ലെ ജോയ്സ്റ്റിക്കിലൊക്കെ കളിക്കുന്നത്. എന്ത് കിടിലായിരിക്കും. അപ്പൊ മറ്റവൻ ഞാനിത് വന്നു കഴിഞ്ഞാൽ പിന്നെ അളിയാ ഞാൻ സ്ട്രീം ആയിരിക്കും. അവന് തള്ളവരുള്ള വേദനയാണ് PS ജോയ്സ്റ്റിക് കുടിക്കുമ്പോ. അവന് ജോയ്സ്റ്റിക് അവന്റെ കൈ ഒതുക്കുന്നില്ലെന്നാ സത്യം വിറ്റോളാൻ പറഞ്ഞേ. ഉദ്ദേശിച്ചാണല്ലേ ഇപ്പൊ ഈ അടി കിടക്കുന്നേ? അതെ ഇത് എന്നെ ഉദ്ദേശിച്ച് മാത്രം അടിക്കണ അല്ല. കണക്ട് ഡിസ്കണക്ട് ആയി. അണ്ണാ ഇതിനിപ്പം അണ്ണ കേറില്ല, പറ ഞാൻ വേറെ വഴിയുണ്ട് എന്റെ. എന്താ വഴി എന്ന് പറഞ്ഞു? അല്ല നമുക്ക് മറ്റേ DNS മറ്റേ ഞാൻ പറഞ്ഞുതരാണ്. ലൈവ് അടിച്ചു പോകും കേട്ടോ. ഇത് അണ്ണന്റെ ലൈവ് അടിച്ചു. ഇതിപ്പോ BC ചെന്നാലും ഇവര് ഇത് തന്നെ ചെയ്തു തരത്തുള്ളത്. ഞാൻ അങ്ങനല്ല അണ്ണ കേറിയത്. അപ്പൊ അങ്ങനെ അണ്ണ 2.5 മണിക്കൂറോളം ഇങ്ങനെ BC ഇരിക്കേണ്ടി വരും. ഞാൻ ഇരുന്നതാണ്. അതെ, ചാറ്റിൽ കുറെ നേരം 0 ഡിലേഡ് അപ്ഡേറ്റ് ചോദിക്കണേ. അത് നല്ല ഡിലേ ഉണ്ടാവും. എന്തൊരു പേരാ കറക്റ്റ് ആയിട്ട് സത്യം പറഞ്ഞ PCയുടെ കേസിലാണ് ഇട്ടത് പേര്. പക്ഷെ അതിപ്പോ എല്ലാത്തിനും കൂടി ആയപ്പോ അങ്ങനെ ഇട്ടതായിപ്പോയി. അടുത്ത വീണ്ടും കത്തിപ്പോയിട്ടോ. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഔട്ട് വരുമ്പോ എനിക്ക് അവന് വിശ്വാസമാണ്. ഞാനതൊന്നും ആ ഒരു കാര്യത്തിൽ ഞാൻ അവനെ ഒന്നും പറയത്തില്ല. മനസ്സിലായ? ഔട്ട് വരുമ്പോ എനിക്ക് അറിയാതെ എങ്ങനെ ഇരിക്കുമെന്ന്. ഓൾറെഡി ഞാൻ വണ്ടി കണ്ട് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി കീഴുള്ള സാധനമാണ്. ലിവറി
അണ്ണൻ പറഞ്ഞ സൗണ്ട് ഇല്ല അണ്ണാ, അതാണ് അണ്ണാ ടൈം എടുത്തത്, അത് തെറ്റാക്കി. ആണല്ലേ? ലിവറി ആയോടാ? ലിവറി ആയോ? ആ ലിവറിയില ഇതാണ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ലിവറിയും കൂടെ ഉണ്ട്, അതും കൂടി കണ്ട് ഔട്ട് കണ്ടിട്ട് വേണം എനിക്ക് റിലീസ് ചെയ്യാൻ. കണക്റ്റാടാ. അതല്ലേ പറഞ്ഞ അത് അറ്റംപ്റ്റ് വരുവാണ്. അല്ല പെട്ടെന്ന് കണക്ട് ആയാ പെട്ടെന്ന് കത്തിപ്പോവാം. ഇല്ല അത് കേറത്തില്ല, വാസണ്ണ കേറത്തില്ല, അറ്റംപ്റ്റ് വരും. എന്താണ് അല്ല കാര്യം പറഞ്ഞ ഞാൻ ദിവസം അനുഭവിക്കുന്നില്ലടാ ഇത്. ആണോ? കേറിയല്ലോ, ഞാൻ കേറിയല്ലോടാ. കേറിയട്ടോ ആ ടെക് എക്സ്പേർട്ടിനെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും സംസാരിക്കണം. ഈ ഗാനത്തിനെ പറ്റിയാ നിങ്ങൾ ഇപ്പൊ ചാറ്റിൽ പറഞ്ഞ ട്രസ്റ്റിം വന്ന് അത് കണ്ടാ എനിക്കറിയാം ഇവനെ. ചില സമയത്താണ് PL കുറയുമ്പോ കേറുന്നേ. ഇനിയിപ്പോ കേറുന്ന ഇപ്പൊ PL കുറഞ്ഞ ഇപ്പൊ PL കുറവാ. പിന്നെ എല്ലാരും കേറി. ഡെഡ് ബോഡി കൊണ്ടുവന്നാ ബോഡിയൊക്കെ പോയി, ബോഡിയൊക്കെ തലേ മുട്ടിട്ട് ഓടി. ബോഡി കത്തിപ്പോയെന്താ? നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല കേട്ടോ, അത് ഓൾറെഡി തയ്യ കത്തിപ്പോയി. പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഇല്ല. അവസ്ഥ ഡീഡോസ് അടിച്ച് കത്തിച്ചോളഞ്ഞ്. കോച്ച് വണ്ടി പിന്നല്ലാതെ വേറെ ഞാൻ ഇല്ല ഗെയിമിനകത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. ഞാൻ ഇല്ല അനോ ഇതിനകത്ത് പറഞ്ഞ ഞാൻ ബാബുവാണ്, എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അയ്യോ ഭാഗ്യത്തിന് നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. റേഡി 69 അല്ലേ? 83 റേഡിയോ കേക്കാടാ? ഹലോ ഹലോ ഹലോ. വീണ്ടും ഇപ്പൊ ചെറുതായിട്ട് വീണ്ടും PL ആയോ? എനിക്ക് 3 എനിക്ക് കേട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടില്ലേ? ഒരു ഘട്ടമില്ല. എനിക്ക് 100 MS 10 PL. എനിക്ക് 100 MS PL ഒന്നുമില്ല, PL ഒന്നുമില്ല. കേരള വശനെ കത്തി നിക്കണം. ഹലോ അതിന് ജിയോ ചാവണം. ഹലോ മള്ളി, പറയടാ. ബോഡി ഓൾറെഡി മള്ളി വരാൻ ലേറ്റ് ആയി കത്തിച്ചായിരുന്നേ. പോടാ. ഇവിടെ വെച്ച് കണ്ടില്ലേ മള്ളി വന്ന വഴി കണ്ടില്ലേ? രണ്ട് ഈ ജോക്കി എന്താ ചെയ്യണേ? അറിയാറൊന്ന് കൈകൊട്ടി മുട്ടിയല്ലടാ. പൂണ്ടി വന്നല്ലോടാ, പൂണ്ടി പൂണ്ടിരാജ എത്തി കേട്ടാ. പൂണ്ടിരാജ വന്നോ? ഞാൻ സംസാരിക്കുന്ന എനിക്ക് എന്താ വരടി മാറിയിക്കണേ ബാബു? മറ്റൊന്നാണെങ്കിൽ കുറച്ചുപേരെ കാണുള്ളൂ, ഇത് ലക്ഷങ്ങൾ കാണും, അതുകൊണ്ട് മിണ്ടല്ലേ പ്ലീസ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പോവാല്ലേ? എനിക്കറിയാം നിനക്ക് 1 million ആവും. ഇവിടെ നിപ്പുണ്ട് തന്റെ മെയിൻ ആള്. ബാബു വന്നേ. ഇല്ല എടാ നമ്മടെ ആ കോംബോ ഒക്കെ കഴിഞ്ഞ ഒത്തിരി നാളായിട്ടെ. അത് അതായത് കണ്ടു ആൾക്കാർ മടുത്ത്. പുതിയ ചമ്മലുകൾ വേണ്ടത്. അതെ പുതിയ ചമ്മലുകള്. കാരണം ഇപ്പൊ അവന്റെ മുഖമൊക്കെ മറ്റേ പുതിയ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിരിക്കുക. അതും എക്സ്പ്രഷൻ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. മനസ്സിലായ? 3 റീൽസ് ഓൾറെഡി വെട്ടി വെച്ചിരിക്കുക. ഇവിടെ എന്റെ തലസമയത്ത് എല്ലാരും പറയണം മടുത്ത് കണ്ടു മടുത്തത്. അങ്ങനെ പറയാം മള്ളി, അങ്ങനെ പറയണം എല്ലാരും അങ്ങനെ തന്നെ മള്ളി. അപ്പൊ നമ്മൾ ഈ രീതി ഒന്ന് മാറ്റി പിടിക്കണം മള്ളി. അതെ പഴയ ഇതിൽ പോകാം, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ബോഡി എത്തി ബോഡി മരിച്ചു കിടപ്പുണ്ട്. എടാ എല്ലാരും റേഡിയോ കണക്ട് ചെയ്താൽ മതി. എല്ലാരും കണക്ട് ചെയ്യാൻ പറഞ്ഞടാ. കോച്ചിന്റെ പരിചയത്തിൽ പൂജാരിമാരെല്ലാം ഉണ്ടോ? ഈ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്, മരണ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൂജാരി വേണമായിരുന്നു. വിളിച്ചിട്ട് പറയാം. ബാബു ഒന്ന് വന്നേ. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആരും അനങ്ങണില്ല. വീണ്ടും PL ആയണം. എനിക്ക് സൗണ്ട് കേട്ടോ മള്ളി. മാറ്റേ. എന്താ? ഹലോ
ക്ലിയർ ആയിട്ട് കേട്ടു. ഇല്ല അത് എനിക്ക് ഫീലടിച്ച എനിക്ക് ഫീലടിച്ചാണ് ഒറ്റയ്ക്ക് കിടക്കുന്നേ ആ ബോഡി കേൾക്കണേ. ബാല വീട്ടിൽ കത്തിപ്പോയേട്ടാ. ബാലല്ലായിരുന്നു പറഞ്ഞ ജിയോ മരിക്കണോന്ന് കത്തണോ നോക്കി. അല്ലല്ല ജിയോ ഞാനാണെന്നാ കത്രക്ക് ചാവണമെന്ന് പറഞ്ഞ. എടാ എല്ലാരും ഇങ്ങനെ എന്താ ഇങ്ങനെ പോണേ? ഇല്ല എനിക്ക് എല്ലാരും ചെക്ക് ചെയ്യാലോ. 11 ഇത് എന്താ ഗൈസ് ഇത്? ബൈ ബൈ. ഞാനും പോകുമ്പോ കത്തനെന്ന് അമ്പാനി വിചാരിച്ചു. ബാബു പോയി. ഒന്നും ചെയ്യാനില്ല ഗൈസ്, എനിക്കൊന്നും ചെയ്യാനില്ല. ലിറ്ററലി ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനാ? പ്രൈവറ്റ് സെർവറിൽ RP ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇടിക്കുവാ കൈ വെക്കുവാ തോന്നുന്നുണ്ടോ? എനിക്ക് കണ്ണാപ്പി കഴിച്ചായിരുന്നോടാ? ബാബു പോയി. വന്നല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ച് കോൾ പണി സംസാരിച്ച് 10 മിനിറ്റ്സിൽ വരുവോ? പൂജാരി പൂജാരി വരട്ടെ. സ്നൈപ്പ് കത്തിപ്പോയി. നീ എന്താ പറയണേ? എടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഈ ബാക്കി എല്ലാരും വിളിക്കണ്ടേ നമുക്ക്? അല്ല സമയം അധികം വൈകി കഴിഞ്ഞല്ലേ ചെയ്യൂന്ന് പറഞ്ഞു ബാബുചേട്ട്. അതാ നമുക്ക് വല്ല ഐസിലിട്ട് വെക്കാം. ഇതിന്റെ ഐസിൽ നിന്ന് എടുത്താ തന്നെ കയ്യില് വരും കയ്യൊക്കെ വരി. ഇവിടുന്ന് എങ്ങനെ എടുക്കും നമ്മള്? അത് സത്യമല്ലേ? ഇതിനെ എങ്ങനെ എടുക്കും നമ്മള്? ഇതിന് ഇവിടുന്ന് എങ്ങനെ എടുക്കും? ഒരു ആംബുലൻസ് വിളിക്കണേ പെട്ടെന്ന്. ഒരു ആംബുലൻസ് വിളിക്കാം. നമുക്കറിയാവുന്ന ആംബുലൻസ് ഡ്രൈവർമാരല്ലോ. കൂടെ കിടന്നേടാ. ഞാൻ കിടന്നു നോക്കടാ. എന്ത് ഓമനത്തുള്ള ബോഡിയാണത്. ചെവിയിൽ ഒരു കിളുന്ന് പൂച്ച ഉണ്ടായിരുന്നില്ല. ആ പൂച്ച കടിച്ചാൽ കഴിച്ചു. അതിന്റെ ബോഡി കിട്ടിയില്ലടാ. അതിന്റെ ബോഡി കിട്ടിയില്ല. ഇങ്ങനെ ചത്തിട്ട് അമ്മക്കാണുള്ള തലവേദന. അതെന്താ? ഉള്ളപ്പോഴേ അതാണ് എടാ കണ്ണാപ്പി, തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരാൾ മരിച്ചിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ വർത്താനം പറയണേ. അല്ല നീ നിന്റെ ഒരു കാര്യം പറ. നമുക്ക് ഓപ്ഷൻ എല്ലാം ജയിക്കണോ? ജയിക്കണം. വാ കിഡ്നി എടുക്കാം. വാ കിഡ്നിയാ പുഴുത്ത് പഞ്ഞി മാത്രമേ ഉള്ളൂ. അകത്ത് 5-6 കമ്പും. എടാ കണ്ണാപ്പി ഞാൻ കാര്യം പറയട്ടെ. നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്തോ? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ. നിന്റെ മനസ്സിൽ നീ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ മറ്റേ കല്യാണമൊക്കെ കണ്ട് പേരക്കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് വയസ്സായി മരിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ നീ അധിക നാള് പോലും പോവില്ല. നിന്നെ ആരെല്ലാം തല്ലിക്കൊല്ല് കുഴിച്ചു മുടത്തേ ഉള്ളൂ. പുള്ളിയുടെ ഒക്കെ ബോഡി എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടി. നിന്റെ ഒന്നും ബോഡി പോലും കിട്ടൂല. മനസ്സിലായ? അവന്റെ ഒക്കെ പിന്നെ കിട്ടൂടാ. ഇതൊക്കെ ഇവന്റെ ബോഡി കിട്ടും അറ്റ്ലീസ്റ്റ്. പക്ഷെ അധിക നാള് പോവില്ല. ബോഡി എടുത്തോണ്ട് ചലിച്ചു നോക്കി. അന്ന് ശവത്തിൽ കൈ വെച്ചതാ. യോഗിക്ക് പണ്ടേ ഒരു വൈരാഗ്യം ഉണ്ട് പുള്ളിയോട്. അറിയാതെ കീബോർഡ് കണ്ടാലേ കൈയൊക്കെ ശവത്തിൽ കുത്തിയതാ. ഇപ്പൊ വരും. അതിന്റെ ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. വരട്ടെ. മൂക്കി പഞ്ഞിയുടെ പ്രത്യേകിച്ച് കാര്യം വേണ്ട. ചാറ്റിലെ മാസ്ക് കാണിക്കാൻ വരുന്ന കൊച്ചുപുണ്ടകളൊക്കെ മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പോണേ. ഇവിടെ ഒരു പട്ടിയില്ല നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പൊക്കോണേ. 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനത്തോടെ എനിക്കുണ്ട്. ഈ ഒരു മാസം വരായിരുന്നത് നന്നായി എന്നുള്ള ഏറ്റവും വലിയ ഡിസിഷൻ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല ഡിസിഷൻ എനിക്ക് അതായിരുന്നു. ഈ മാസം കുറച്ച് ഇനാക്റ്റീവ് ആയത്. പറയടാ. ചുണ്ടിലോട്ടുണ്ടോ നോക്കി? ഓമനത്തുള്ള ചുണ്ടിലോട്ട് ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. എടാ നമുക്കിത് എങ്ങനെയാലും ആംബുലൻസ് വിളിച്ചാ? ജീവിച്ചിരുന്നപ്പോ പിന്നെ അങ്ങനെ ഇതൊക്കെ നീ ചെയ്തു കൊടുക്കാൻ ഈ മനുഷ്യനാണ് അങ്ങോട്ട് പോക്കിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കിഡ്നി ഉണ്ടോ നോക്കിയതാ. ഡിപ്പാർട്ട്മെന്റിലെ അവാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. ഡിപ്പാർട്ട്മെന്റ്. ഹലോ പറഞ്ഞോളൂ. സാർ ഞങ്ങളിവിടെ TV ഫാമിലി എന്നാണ് വിളിക്കുന്നത്.
ആ പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തില് നമുക്ക് ഒരാള് അത്യാവശ്യമായിട്ട് ഒരാളെ മരിച്ചുപോയി. അയാൾ മരിച്ചുപോയായിരുന്നു. അപ്പൊ പുള്ളിയുടെ ബോഡി ഒന്ന് നമുക്ക് വീട് വരെ എത്തിക്കണം. എസ് പമ്പിലാണ് ഇപ്പൊ കറന്റ് ബോഡി ഉള്ളത്. അപ്പൊ ഒരു ആംബുലൻസ് ഒന്ന് വിട്ടു തരുമോ? എവിടെയാ? കുറഞ്ഞത് മതി. എസ് പമ്പ്. ഹലോ റേഡിയോ കേക്കാവോ? കേക്കാം നമ്മളോട് റെഡിയില്ലേ? റേഡിയോ ഒരു 1041 പോണേ എസ് പമ്പില്. 1041. അത്ര പേര് വേണ്ട, ഒരാൾ മതി. കോഡാണ് അവരുടെ കോഡ്. റേഡിയോ കോഡ് പിടിച്ചു കയറ്റാൻ എസ് പമ്പിലോട്ട് 1041. ഹലോ ആംബുലൻസ് ആണ്, ആംബുലൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. കേട്ടോ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കേസ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. 1041 പോണേ. നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ലേ അണ്ണാ, നമുക്ക് ചുമ്മാ അങ്ങ് യാത്ര അയച്ചാൽ മതി അണ്ണാ. അതാ ഞാൻ പറഞ്ഞേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി മരിക്കണ്ട. അല്ല ഗ്യാങ് ഹൗസിൽ പൊതുദർശനത്തിന് വെക്കണം. എന്നിട്ട് റാലിയാ, ശവറാലി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേ ഡപ്പാങ്കൂത്തും ഡാൻസും എല്ലാം വെച്ച് മറ്റേ തമിഴ്നാട്ടിൽ ശവം അടക്കണത് പോലെ അടക്കിയാണ്. പുള്ളിയുടെ ആഗ്രഹവും അത് തന്നെ. മുള്ളി സത്യം എന്താ ചോദിച്ചത്? അണ്ണു മരിക്കുമ്പോ അണ്ണുന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് എങ്ങനെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് അതാണ് ആഘോഷിച്ചു കൊണ്ടുപോകണം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഘോഷിച്ചു കൊണ്ടുപോകണം. അപ്പൊ അതുപോലെ കണ്ടോ, കിളവന്മാരെ എല്ലാരും ആഗ്രഹം ഇത് തന്നെ. മുള്ളി അപ്പൊ എനിക്കങ്ങനെ ഞാൻ മരിച്ചാലല്ല എനിക്ക് ആഗ്രഹമുള്ള, ഞാൻ ഇമ്മോർട്ടൽ അല്ലടാ. മുള്ളി ഇമ്മോർട്ടലാണ്. എടാ എന്തെങ്കിലും പ്ലാൻ പറ, പെട്ടെന്ന് പറ, എന്താ ചെയ്യേണ്ടത് പറ. നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ട് വെക്കാം. കെവിയിലെ ആൾക്കാരൊക്കെ വിളിക്കണ്ടേ, കുറച്ചുപേരൊക്കെ വിളിക്കണ്ടേ, പൊതുദർശനത്തിന് വെക്കണം. സാധാരണ നിന്റെ നാട്ടിലൊക്കെ ആൾക്കാർ മരിക്കുമ്പോ ബോട്ട് കെട്ടി ഒഴുക്കി വിടുവോ? ഭയങ്കര കിടില ഐഡിയ ആയിട്ട് വന്നേക്കണ്. വെറൈറ്റി ഐഡിയ ഉണ്ട് മള്ളി. വല്ല പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുടിച്ചിട്ടല്ലോ, ദൃശ്യം 4 ഉപകാരപ്പെട്ടല്ലോ. അത് നല്ല അസൽ ചീപ്പായിരുന്നു, ചീപ്പ് കോമഡി ആയിരുന്നു. അപ്പൊ എല്ലാരും മാച്ച് ആയി തമാശ. 2 ദിവസം പുള്ളി അച്ഛനെ കൊണ്ടൊരു പുഴ പോയായിരുന്നു. എന്തിനാന്ന് അറിയത്തില്ല. നിന്റെ അച്ഛനെ കൊണ്ട് പുള്ളി എന്തിനാ പോയേ? വെളിയിലത്തെ കാര്യം പറഞ്ഞാടാ. പോയി അവിടെ പോയി വണ്ടിയുടെ അടിയിൽ ഇരുന്ന് കേട്ടോ ഓൾറെഡി. ശവത്തിനെ ഇങ്ങനെ പറയണത് അല്ലേ? സംസാരിക്കും ഗോകു. അവിടെ പോയി സംസാരിക്കില്ല. വേണ്ട ഞാൻ കാര്യം പറഞ്ഞേ, ബാബു വന്നേ. എന്റെ അത്ര മനക്കെട്ടി ഇല്ലാത്തവരാണ് ഇവരൊക്കെ. നീ അവരൊക്കെ ഒരു മയത്തിലടാ. ഞാൻ നിർത്തി. ഞാൻ ആരും ഇല്ല, ഇനി ആരെ ഉപദ്രവിച്ചിട്ടുള്ള സന്തോഷവും ഒരു ജീവിതവും എനിക്ക് വേണ്ട മള്ളി. എനിക്ക് എന്റെ മള്ളി മാത്രം മതി. അവരെ ഉദ്ദേശിച്ചു ഏത് ഇന്റൻസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. എടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച് ബോഡി ആയിട്ട് കിടക്കുമ്പോ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരുന്ന നാട്ടുകാരെന്ത് പറയും? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എങ്ങനെ കൊണ്ടുപോകും? അല്ലല്ല വേറെ വണ്ടി വരുന്നെന്ന് തോന്നുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊരു കാര്യം ഊരി പോയത്, ഞാൻ വെച്ചോണ്ട് വന്നതാ. അതെടുത്ത് വെച്ചാൽ മതി, അകത്ത് മടക്കി ഇരിക്കാൻ പറ്റും. പാവം കിട്ടണം, പാവം. മുള്ളി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുള്ളി ഇതേ ഫ്ലൈറ്റ് എങ്ങനെയാ കൊണ്ടുവന്നേ? എങ്ങനെ കൊണ്ടുവന്നേ? ഒരു ബിഗ് ഷോപ്പിനകത്ത് പോലെ ഇടാം വാരി. ഇനി അത് നടക്കുള്ളൂ. മുള്ളി സുഖമായിട്ട് കയറി വണ്ടിക്കീര്. ആംബുലൻസ് വരുവാടാ. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. സാർ ഇത് ഡെത്ത് കൺഫേം ചെയ്യാനൊന്നും ഇല്ല സാർ. ഓൾറെഡി ഡെത്ത് കൺഫേംഡ് ആണ്. 3 വർഷം മുമ്പ് മരിച്ച ആളാണ്. നമ്മൾ ഇത്രയും നാള് ഇത് സ്പിരിറ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. മമ്മിഫൈഡ് ആയിരുന്നു. ഇപ്പോഴാണ് അഴിച്ച്
അല്ല അത് സംഭവം ആളെ ജീവിച്ചിരുന്നാലേ ഒരു എന്ത് പറയാനും പുഴുക്കാത്തൊരു ശരീരമായിരുന്നു. ഇതുപോലെ ആയിരിക്കും ഗോകു മരിക്കപ്പോഴും. പാറ്റു നോക്ക്. എത്തിയായിരുന്നോ? ഞാൻ 10 വർഷം ഇനിയുണ്ട്. എന്ത് പറഞ്ഞാലും പുഴുക്കാത്ത നിന്റെ മരണം എങ്ങനെയായിരിക്കും നീ എന്നെ ഒന്ന് മാറണേ. എങ്ങനെ കൊണ്ടുപോകുന്നു സാറേ? ഞാൻ നിന്നെ ഒന്നും പറയില്ല. അയ്യോ കൊണ്ടുപോകല്ലേ. തോളി കയറി പിടിച്ചേ കൊണ്ടുപോലെ അയ്യോ പിത്തൽജിയെ കൊണ്ടുപോകല്ലേ. ടിവിയുടെ മുഴുവൻ പ്രതീക്ഷകളും തോളിലേറ്റി. തമിഴ്നാട് സൈഡ് നമ്മളൊന്നും പ്ലാൻ ചെയ്യലടാ, ചുമ്മാ വന്നതാ. മനസ്സിലായോ? നമ്മ അതിനൊന്നുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. വരുന്ന പോലെ വരട്ടെ. ഈ ആംബുലൻസിന് പിന്നാലെ തമിഴ് സ്റ്റൈലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്നാ. അങ്ങനെയായിരുന്നു അബദ്ധയുടെ ആഗ്രഹം. എടാ അല്ല, കോച്ച് എന്തിയെ? കോച്ച് കർമ്മം ചെയ്യാൻ വന്ന ഇതെന്തിയേ? എന്നത് കോച്ച് പുള്ളി ശവം കൊണ്ടുപോയി. ഹലോ, മറിച്ചെന്തോ വിറ്റങ്ങേര് കൊണ്ടുപോയി. സാറേ ഇത് 3 വർഷമായി കാണും. മനുഷ്യന്റെ കിടപ്പുണ്ട് സൈക്കിളുള്ള ഒരു കോണി കൊണ്ടിട്ട് ഇത് കൊടുക്കുന്നുണ്ടേ. ഒന്ന് റെസ്പെക്ട് സാറേ. ഒന്ന് മാറണേ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടും. പഴക്കമുള്ള ഒരു ബോഡി സിറ്റി വേറെ. வாசு கேங் ஆஃப் ஸ்கோர் சொல்லிருக்கேன். கேங் ஆஃப் ஸ்கோர் சொல்லிருக்கேன் வாசு. ഡൊമിനിക് സാറേ, ബ്ലാക്ക് പുസി കടിച്ച് മരിച്ചല്ലോ. ഒന്നും കേൾക്കുന്നില്ല. പുള്ളി എന്തോ മരുന്നെന്തോ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നേ. പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണം. അയ്യോ പുള്ളിക്കാരനെ ഒന്ന് താഴോട്ട് നിർത്തണേ സാറേ. പുള്ളിക്കാരനെ ഒന്ന് താഴോട്ട് നിർത്തണം. അല്ലല്ല, താഴോട്ട് നിർത്തി. അതിന് അനങ്ങത്തില്ല കേട്ടോ ശവം. பாபு பாட்டு பாடுறா. സാറൊന്ന് മാറണേ. എല്ലാരും മാറിക്കൊടുത്തേ. ഇത് മരിച്ചതല്ല സാർ, ഇത് സാർ ചെയ്യുന്നില്ലേ? പറയടാ. അണ്ണ എന്റെ മുറപ്പെണ്ണ പോവണ്ണ. അവിടെ ഒരാൾ ശവമായിട്ട് കിടക്കുന്ന ദിവസം തന്നെ വേണമായിരുന്നല്ലേ? അല്ല അണ്ണനെ അതൊക്കെ അണ്ണ. ഹലോ, പറഞ്ഞ അണ്ണനെ ആരും ചേട്ടാ ഹായ് മുറപ്പെണ്ണെ. എന്ത് പേരെന്തായിരുന്നു? ഹായ് റിയ. ചേട്ടാ സുഖമല്ലേ? സുഖം. ചേട്ടന് സുഖല്ലേ? എനിക്ക് സുഖമാ. എന്തുണ്ട് പിന്നെ വിശേഷങ്ങള്? നല്ല വിശേഷം. രായന്റെ മുറപ്പെണ്ണാണല്ലേ? ആണ്. രായനെ തന്നെ കല്യാണം കഴിക്കാനാണോ പ്ലാൻ? അല്ല അല്ലല്ലേ? എന്തല്ലോ നന്നായി. ഒരു കാര്യം പറഞ്ഞോട്ടോ. പറഞ്ഞോ. ബോഡി കൊണ്ടുപോയി ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കും. റിയ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ മരിച്ചു പോയായിരുന്നു 3 വർഷം മുമ്പ്. പുള്ളിയെ പുലി അടിച്ച. പുലിയോ? ചുമ്മാ ബിയർ അടിച്ച് പൂച്ച കയറി പിടിച്ച പൂച്ച അടിച്ചോന്നോ? അല്ലല്ല, പുലി അടിച്ചു. ഇത് രായന്റെ മുറപ്പെണ്ണ്. അതിന്റെ മുറപ്പെണ്ണ റിയ. ചേട്ടന്റെ പേരെന്താ? ജോക്കർ. റിയയുടെ പേര് അറിയ. ജോക്കർ ഒന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഞാൻ മുതുക്കി വെച്ച് വേറൊരു ജോക്കറിനെ പരിചയപ്പെട്ടായിരുന്നു. അത് മെമ്മാസിയിലെ ജോക്കർ. അത് ജോക്കർ, വേറെ ജോക്കർ. ഇത് 916 ഒറിജിനൽ OG. ഒറിജിനൽ. മുഖത്തുള്ള ഒരു അത് കണ്ണാപ്പേരിക്കും കേട്ടോ. ഒഴിവാക്കണേ, നമുക്ക് മരിച്ചതിന്റെ ഫീൽ അങ്ങ് നഷ്ടപ്പെടും. ഡെഡ് ബോഡി ഉണ്ട്. ഡെഡ് ബോഡിയായി. അടുത്ത ഡെഡ് ബോഡി. കണ്ണാപ്പി എടാ ഇടിച്ചിടാടാ. ഇതിനകത്ത് അവിടെ കേറുന്നേ. നമ്മുടെ വണ്ടി വണ്ടി ഇറങ്ങണേ.
മുള്ളി ഒന്ന് അകത്തോട്ട് നോക്കിയേ. ഇവിടെ വണ്ടി ഒന്ന് കേറാൻ പറ്റുമോ? കേറി ഒന്ന് കേറ്റു. കിടക്കുവാ ഇവിടെ. പിത്തളിയോടെ അങ്ങ് പോകാ. എന്റെ പിത്തളിയോടെ എനിക്ക് പോണേ. നീ എന്താ കെട്ടിപ്പിടിച്ചിരിക്കണോ? മുള്ളി കൈ വിട്ടാലേ താഴെ പോവും. പോയി ശവം പോയി. പിത്തളിയോടെ എന്നെങ്കിലും കൊണ്ടുപോണേ. ശവം പോയി. പിത്തൽജിയുടെ ശവം എന്ത് ചെയ്യും? അതെന്തൊരു സീനാ ഇപ്പൊ കണ്ടത്. എടാ ഞാൻ നിങ്ങളുടെ പോയി കാര്യം പറയട്ടെ. എല്ലാരും ഈ വണ്ടിക്കകത്ത് കേറാൻ നിക്കാതെ എസ്കോർട്ടായിട്ട് വാടാ. ഇത് എല്ലാരും കൂടെ എന്തിനാ ഇതിനകത്ത് കേറണേ? ചന്ദ്ര വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ ചന്ദ്ര 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 കേക്കോ? ചന്ദ്ര ചന്ദ്ര നിനക്കൊരു കൂട്ട്. കേറ്. ഇല്ല ചന്ദ്ര നിന്നെ പോലെ ഇപ്പഴ ശവം കിട്ടിയത്. ഇറങ്ങിയാണെന്ന് വെക്കട്ടെ നെഞ്ചത്തോട്ട് ഒന്ന് ഒന്നടാ. ഇനിയിപ്പോ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. സ്ഥലം കറക്റ്റാണ്. ഇപ്പൊ റീറ്റിരിക്കുന്ന സ്ഥലം അച്ഛനാണ് കറക്റ്റല്ലേ? ചന്ദ്ര വാ ചന്ദ്ര വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ. എടാ ഇത് എടാ പിത്തൽജി പുറകിലോട്ട് കാട്ടാക്കിയുടെ ജിമാലും ഒക്കെ പോ 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 പോ. ഒന്ന് എടുത്തോണ്ട് പോയി. മുള്ളി സത്യം മുള്ളി ആള് കൂടി. എടാ വണ്ടി എടാ ഒന്ന് കേറടാ. വണ്ടി എടുത്ത് മുള്ളി എടുക്കും. നീ നമ്മുടെ രണ്ടുപേരുടെ മുടി എന്താണ് മുള്ളി വണ്ടി എടുക്കോ? കൊറേ നേരമായി ഹോട്ട് വെയർ അറിയാവോ എന്തോ? ഞാൻ ബാബു എനിക്കറിയോടെ മുള്ളി അവർക്ക് കാര്യം പറയട്ടെ. ആംബുലൻസ് എടുക്കുന്നവർക്ക് 5 ദിവസം ഏത് വഴി ഏത് വഴി? നേരെ നേരെ. ആ ഓക്കെ ഓക്കെ. എടാ ഈ പിത്തൽജി നിങ്ങൾക്കാർക്കും പിത്തൽജി വണ്ടിയുടെ പുറത്തിരിക്കുന്നതായിട്ടാണോ കാണുന്നത്? ഇവിടെ എല്ലാരും ഹോൺ അടിച്ച് പൊക്കോ. മുള്ളി ഇവിടെ അത് പുറത്തിരിക്കട്ടെ. ശവം പുറത്താടിയോ? എന്തൊക്കെയാ പറയണേ? ആ അങ്ങനെ 4 പേര് കാണട്ടാ പിത്തൽജിയുടെ ബോഡി. എത്ര പേരല്ലേ എടാ പയ്യപ്പോടാ പയ്യപ്പോടാ. പക്ഷെ മരിച്ചാല് ഗ്ലാമറിന് ഒരു കുറവുമില്ല അല്ലേ മുള്ളി? സത്യം. അണ്ണൂനൊക്കെ ഒരു സുന്ദരനാണ് കേട്ടോ പിത്തൽജി. ഇപ്പൊ പിത്തൽജി ലുക്കിലിടെ എടാ മുതുക്ക് വഴി ഒരു പ്രദർശനം വെച്ച് പോകട്ടാ. ബോഡി ആരാ? എന്നാൽ നല്ലൊരു മനുഷ്യനായിരുന്നു. പിത്തൽജി മരിച്ചപ്പോ എന്ത് വിഷമമാണ് മുള്ളി ഈ നാട്ടുകാർക്കൊക്കെ. ആള് കണ്ണിൽ ഉണ്ണിയായിരുന്നില്ലേ നാട്ടുകാരുടെ? പക്ഷെ അധികം ആൾക്കാർ അറിഞ്ഞില്ല കേട്ടാ. എല്ലാരും അറിയിക്കണ്ട കേട്ടോ. കാരണം ആള് ലാസ്റ്റ് മുള്ളിക്ക് ഗ്യാങ് ഫണ്ട് തന്നപ്പോ ഒരു 150 കോടി കടം. ഒരു മിനിറ്റ്. അതെ അതെ അതെ. ഹലോ കേക്കാവോ? ചന്ദ്ര ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് ശവത്തിന്റെ അടുത്ത് കസേര ഇടലെന്ന് പറ. കസേരയൊക്കെ ഇട്ടിരിക്കുകയാണ് ശവം കസേര ഇട്ടിരിക്കണാ. ശവം കസേര ഇട്ടിരിക്കുകയാണ്. കസേരയിട്ടത് വെളിയിരിത്തിരിക്കുവാ 4 പേര് കാണാൻ. ഇത് എതുവഴിയാ പോകണ്ടേ? കാര്യം പറയട്ടെ, നമുക്ക് തിരിച്ചു പോകാം. ഹോൺ അടിക്കില്ല പറ മുള്ളി. ഭയങ്കര അനായി. എടാ ഇത് എതുവഴിയാ പോകണ്ടേ? സ്നൈപ്പേ 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 പാട്ടിട്ടാടാ മറ്റേ ഒടുവിലെ യാത്ര.
എന്തൊക്കെ നമ്മുടെ തമിഴ്നാട് ശവം കൊണ്ടുവന്നൊരു പാട്ടുണ്ട് അമ്മിക്കല്ല് ആരിക്കല്ല് ആ സാധനം നമ്മളെ പാടാം തൽക്കാലം. അത് കഴിഞ്ഞ് ഇപ്പൊ വേറെ സോങ് പാട് പാട് പാട്. പ്രിയജനമേ ഞാൻ പോകുന്നു ഹോണടിക്കല്ലേ ഡോറൊക്കെ തുറന്നിട്ടുണ്ടോ? ബാക്കിലത്തെ ഡോർ തുറന്നത് ആംബുലൻസിന്റെ ബാക്കിലത്തെ ഡോർ തുറന്നത് ശവത്തിനെടുത്ത ഓപ്പൺ ജീപ്പ് വെക്കണേ മള്ളി. നമുക്ക് ആംബുലൻസ് പുറകെ പോയല്ലോ. ഇപ്പൊ ഞാനല്ലോ ശവം പണ്ടതിയല്ലേ എടാ ഇത് എതുവഴിയാ പോകണ്ട? ആരെല്ലാം ഫ്രണ്ടിൽ പോയേ? എതുവഴിയാ പോകേണ്ടത് വെച്ചാ? മുള്ളി കത്തിപ്പോയാട്ടോ. ഞാൻ കത്തിപ്പോയേ. കത്തിയോ? ഞാൻ ഇല്ല, വണ്ടിയിലില്ല. വണ്ടി അനങ്ങുവാണോ ഓടുവാണോ? ഓടുവാ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ ചന്ദ്രന്റെ ശവത്തിന് കാവലിരിപ്പുണ്ട് ഇവിടെ വെളിയിൽ. ഒന്ന് സ്ലോ ചെയ്യോ വണ്ടി? വണ്ടി സ്ലോ ചെയ്ത് റിവേഴ്സ് എടുക്കാവോ? കൂടെ പിടിക്കാൻ പറ്റും നോക്കാൻ. ഓക്കെ വണ്ടി അപ്പൊ ഓക്കെ കേട്ടോ. ഈ ബോഡി ഒന്ന് എടുത്തേക്കണേ. ഞാൻ കൂടെ പിടിച്ചോളാം. അത് ഞാൻ എത്തിച്ചേക്കാം കുഴപ്പമില്ല. പൊന്നുപോലെ നോക്കുമല്ലോ, കൊറേ നോക്കിയല്ലേ. നല്ല മനുഷ്യനായിരുന്നല്ലേ. ആംബുലൻസ് ഉണ്ടല്ലോ കാണുന്നില്ലേ? പക്ഷെ ഞാൻ ഡോറിളകി പെർഫെക്റ്റ് ആയിപ്പോ. പക്ഷെ ആള് മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേനെ. അല്ല ആള് മരിച്ചില്ലാതെ തല്ലി കൊന്നേനെ. മറ്റേ 100 കോടി മറ്റേ ഗ്യാങ് ഫണ്ടിന്റെ കേസ്. എന്റെ തോളത്തോട്ട് ഇറക്കണം. ഹലോ 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 സാർ, എന്റെ പേര് ബേബി ജോൺ ആണ് സാർ. അയ്യോ ഞാൻ ഒരു മരണത്തിൽ നിൽക്കുവാണ്. ഞാൻ ഒരു മരണ ഫംഗ്ഷനിൽ നിൽക്കുവാണ്. ദേവി ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വാ വാ കേറ് കേറ് വാ. ഹലോ കേക്കാവോ? ആ കേക്കാം. പക്ഷെ ഞാൻ 15 മിനിറ്റ് കൊണ്ട് കത്തിപ്പോയതാ. ഇപ്പോഴും എനിക്ക് കേക്കാം. ആണോ? പറ. ആ പൂജാരി ഗ്യാഗോസ് വെയിറ്റ് ചെയ്യാൻ പറ. വരുത് മരണ ഫംഗ്ഷനോ? അയ്യോ പിന്നെ കേക്കണേ. ഇതാര് ശവത്തെ ആരാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ശവത്തിനും വേണ്ട ഒരു കൂട്ട്. അതുകൊണ്ടാ ഇതിലിപ്പോ ഏതാ ശവം ശവാത്തിരിക്കണം നീ തന്നെ. ഇല്ലില്ല അവൻ ശവത്തെ കെട്ടിപ്പിടിച്ചിരിക്കണേ. സൈഡിൽ 2 ശവം ഇരിക്കും. 2 ശവം വീട് താഴെ. എടാ നിങ്ങൾ ആ വണ്ടിയിൽ വേണം. ഇത് തൂങ്ങിന്ന് വരാൻ പറ്റില്ലടാ. ഇവിടെ ഓൾറെഡി എന്നെ ബാബുശേട്ടിനെ പോലെ 2 ശവം ഇരിപ്പുണ്ട്. എടാ കുറച്ച് സ്പീഡിൽ പോടാ. ഇത് നമ്മൾ എത്തൂല. 6 ഞെക്കി പിടിച്ചേ. എന്തിന്? അപ്പൊ സൈറൻ കേക്കും. 2 ഞെക്കി പിടിച്ചാൽ ലൈറ്റ് എത്തും. ഇതിപ്പോ സൈറൻ ഉണ്ടല്ലോ ഓൾറെഡി. അത് ഒന്നുകൂടി ഇട്. വേറെ സൈറൻ ഉണ്ട്. 6 കേൾക്കുമ്പോ വേറെ ശബ്ദ. 6 സ്റ്റോണാ. നമ്മളിപ്പോ ഏകദേശം എവിടെ എത്തി കണ്ണാപ്പി? ഞാൻ ഇപ്പൊ എവിടെ തന്നെ ഉണ്ട് മള്ളി. എപ്പോ എവിടെ ഇറക്കി അവിടെ? പിന്നെ ബാബു എനിക്ക് അപ്പൊ തൊട്ട് ഇപ്പൊ വരെയും 11. ശവം കൊണ്ടുവന്ന് ഇത് ബാധിക്കത്തില്ല. എടാ വാസു, ശവത്തിന് സേഫ് സോൺ. എന്ത് സേഫ് സോൺ? പറഞ്ഞോക്ക്. എത്രയുണ്ട് PL? 15. സ്നൈപ്പേ പാട്ടില്ല കേട്ടാ. സ്നൈപ്പേ ഇല്ല ഇതിനകത്ത്. സ്നൈപ്പ് ഉണ്ടല്ലോ.
ടൈപ്പുണ്ട് എന്റെ കൂടെ ഉണ്ട്. കണ്ണ ഞാൻ എവിടെ നിൽക്കുന്ന നോക്കിയടാ, ഞാൻ മറ്റേ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇതില്ലേ ഇപ്പം ശവത്തിന്റെ മടിയിരിക്കുക. എവിടെ ഇരിക്കുന്നത്, എവിടെ ലൊക്കേഷൻ എവിടെ നോക്കടാ? അത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശവത്തിന്റെ എങ്ങനെ പറയാനാ ഭവിഷ്യമായിട്ട് ശവം ക്യാരി ചെയ്ത് ഭവിഷ്യയുടെ ലൊക്കേഷനൊക്കെ അറിയുന്നു. ഇത് ആരടാ ഈ ഓറഞ്ച് കൊണ്ട് ഇടിക്കണേ? പയ്യപ്പോടാ. എക്സ്ക്യൂസ് മീ മാം, ശവമാണ്. സ്വർണ്ണം കടത്തല്ലോ നമ്മള്. എടാ ഗ്യാഗോസ് ഗ്യാഗോസ് ഗ്യാഗോസ്. പാട്ടിന് ശബ്ദിച്ചിരി പറയണേ. ലൈറ്റ് ആക്കണം. DJ വണ്ടി അല്ല നമ്മൾ ഓടിക്കുന്നത്, ശവവണ്ടി. ഞാൻ ഈ ശവം നിന്നോട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. കൊമ്പൻ ബസ്സല്ല, കുറയ്ക്കാൻ പറ്റുന്നില്ലേ? പാട്ട് കേട്ടോ, ഞാൻ പാടാം. അങ്ങോട്ട് പോവുകയാണ്. മറ്റേ ഇല്ല പാട്ട് ആംബുലൻസ് നിർത്തേണ്ടതാണ്. ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് വെളിയിറങ്ങ്. ആംബുലൻസിന്റെ വെളിയിറങ്ങ്. ശവം കടത്തൽ കേസായി. എടാ ബാക്കപ്പ് എക്സ്എംടി കോൺടാക്ട് അവരുടെ വെഹിക്കിൾ ഇട്ടിട്ടുണ്ടെന്ന് പറ. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ? എടാ പിറ്റേര് നോക്കിക്കണ്ടോ പിറ്റേര്. എന്റെ പൊന്ന് സാറേ, നമ്മളിത് അവരുടെ പെർമിഷനോട് കൂടി എടുത്തൊരു ആംബുലൻസാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഡെഡ് ബോഡി ഗ്യാങ്സിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് അല്ല, ഇവിടെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിന് അതിന് കാണാൻ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ. മരിച്ചുപോയ ഒരാളല്ലേ, ഉള്ളിലെ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വണ്ടി എടുത്തു. ശവപ്പെട്ടി വന്നു. എന്ത് നമ്മള് പെർമിഷനോട് കൂടി എടുത്ത വണ്ടിയാണിത്. സംഭവം എന്താ വെച്ചാല് ഒരു എക്സ്എംടി തന്നെയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. അവരുടെ വെഹിക്കിൾ മിസ്സിംഗ് ആണ്. ഇതുപോലെ എന്തോ വണ്ടി 4-5 വട്ടം നിങ്ങൾക്ക് കയറി ഇടിച്ചിട്ട് എന്തോ എടുത്തോണ്ട് പോയതാണ് അവര് നമുക്ക് തന്നെ. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ? എനിക്ക് മനസ്സിലാവുള്ളടാ. അവരടുത്ത് നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് കാണാം. നമ്മളിവിടെ ആരും ഉപദ്രവം ചെയ്യാതെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുവല്ലേടാ. ഇതൊക്കെ ഇത് എന്ത് കോപ്പി? ഇത് എന്ത് എക്സ്എംഡിക്കാർക്ക് ഇത്ര അറിയില്ല? അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടല്ലേ വണ്ടി എടുത്തത്? അവരുടെ ഒരാൾ കത്തിപ്പോയാ നമ്മളെടുത്ത് എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് പറഞ്ഞ എക്സ്എംഡിയിൽ ഒരാളെ കൊണ്ട് അത് വേണ്ട, നമുക്ക് അവന്റെ വണ്ടി വേണ്ട, കൊണ്ടുപോകാൻ പറ. രണ്ട് സ്റ്റെപ്പിലോട്ടാ. ശവം അപ്പുറത്തെ വണ്ടി കയറ്റി കണ്ണാ. ശവം അപ്പുറത്തെ വണ്ടിയാണോ? വേണ്ട സാറേ, ശവത്തിന് ഈ വണ്ടി കയറ്റി. നമ്മൾ റീത്ത് ഫിക്സർ ഉണ്ടല്ലേ ബാക്കിൽ തന്നെ. ഇതിന്റെ പാട്ടാണ് വേണ്ടത്. പോട്ടെ. ആ വണ്ടിയിൽ എന്താണ് ഒരു പഞ്ചാരി വേണമൊക്കെ? അതെന്താ ഊത്തൊക്കെ ഊതുന്നേ. രായണ്ണ ഊത്ത് ഊത്തല്ലേ ഇത്? ബോഡി പോയി. പോട്ടെ
ഇത്ര പേർക്ക് പുള്ളി സിറ്റി പോലെ ജീവനുള്ളപ്പോ പോലും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പുള്ളി കറക്റ്റ് തമിഴ്നാട് ശവമാണ്. മാച്ച് ഇത്ര മാച്ചായിട്ടൊരു ശവത്തെ വേറെ കിട്ടിയിട്ടില്ല. വരും ശവം ഏൽപ്പിച്ചിട്ട് പയ്യെ നമുക്ക് ശവം എത്തിക്കാം അങ്ങോട്ട് വാ. ശവം പോയി അയ്യോ ശവം പോയി ശവം ഒന്നും പോയില്ലടാ അവിടെ ഉണ്ടോ. ശവമല്ലേ ഏട്ടാ പൂവുണ്ടപ്പോ ബാക്കിലോട്ട് ആകർഷിച്ച് സ്പീഡിൽ പോകുന്നപ്പോ ബാബു വന്നില്ല, അവരോട് വന്നിട്ട് ഒരുമിച്ച് പോകാൻ കഴിച്ചില്ല. എൻജോയ് ചെയ്ത് നിങ്ങൾ കാണാനുള്ളത് എൻജോയ് ചെയ്ത്. ഇതിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗ്യാപ്പ് കൊടുക്കണോ? ശവത്തിന് പിയലും ഇല്ല പിന്നും ഇല്ല ഒരു പ്രശ്നമില്ല. മനുഷ്യർക്കല്ലുള്ള മരിച്ചവന് പിയലെന്നാ ശവം വെച്ചൊന്ന് ഡാൻസ് എല്ലാവർക്കും ഒന്ന് കാണാം ശവത്തിന്. ഇല്ലല്ല പുതുക്കിലോട്ട് പോട്ടെ നമുക്ക് ഗ്യാങ്കോസ് വെക്കാം. എല്ലാരും ഗ്യാങ്കോസിലോട്ട് വിളിക്കാം അങ്ങോട്ട് വാ. ആ ഊത്തൂതിരെ ആളെ ലാസ്റ്റ് വിളിക്കാം. ഓരോ ഫംഗ്ഷൻ എടാ ആ ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്തുവണ്ടി എടുത്തോട്ട് വാ. ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്ത് ഫ്രണ്ടി പോ. ആ പറടാ. ബോധവഴിയാക്കോട്ടെ കാരണവരെ കാണിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അങ്ങോട്ട് വിളിക്കാം. കാണിച്ചിട്ട് അവര് അറിയണ്ട. ഇപ്പം വിളിച്ചറിയിക്കുന്നതല്ലായിരിക്കട്ടാ. ഇതൊക്കെ ആരോ പിയല്ലായി തുടങ്ങി കേട്ടോ വീണ്ടും. ബാബു വന്നാ ആ വാ ശവത്തിനല്ലേ കൊണ്ടുപോകുന്നേ. ഊത്ത് മാഫിയാണ് ഊത്ത് മാഫിയ. പ്ലീസ് ശവത്തിന്റെ ഡോറ് പോയേ. ചത്തവൻ എന്തിനാണ് ഡോറ്? കാരണം അതൊക്കെ പോണ്ടേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർവർ കത്തി പോയിട്ട് ഒരു ശവം കത്തിയില്ല. അത് അവർക്ക് ഫീലിപ്പിക്കുന്നില്ല നമ്മളെ പോലെ. പീസ് ചെയ്തത് ഇല്ലില്ല, ശവത്തിനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവം വീണാലും ശവത്തിനൊന്നും പറ്റൂല. സൈഡ് യൂത്ത് ഇപ്പുറത്ത് മേളം. അതെന്താണ് അത്? ഫ്ലോട്ട് പോന്ന ഫ്ലോട്ട് ഉത്സവം. അത് ഇതൊക്കെ കാണുന്ന പിക്ചർ ചെയ്ത് ബ്രോ. കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടിയാണ് ഇങ്ങനെ ഒരു ആർപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്യാരക്ടർ അബ്യൂസ് ഇല്ല ഇവിടെ, മനസ്സിലായ? കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ആർപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കളിയാക്കാനും ഇതാക്കാനും ഒന്നും അല്ല ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണ്ട ഇനി ആര്. കണ്ണൻ ചേട്ടനോട് ഓൾറെഡി പറഞ്ഞ് ഇതാക്കിയിട്ടാ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ. പിത്തളണ്ട എല്ലാരും ജില്ല അവളെ എനിക്കൊന്ന് മരിച്ചത് പുള്ളിയാണ് ആർച്ചല്ലേ? അവൻ പണ്ടായിട്ട് പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് അല്ലാതെ പറഞ്ഞോ ഞാൻ.
അവന് ആ ബോഡി കൂടി ഇതിലോട്ട് കയറ്റിക്കോ. അവന്റെ ബാഡി കൂടെ കേട്ടില്ല മരിച്ചില്ലല്ലേ? അല്ല റീത്തിന്റെ തൊണ്ട് റീത്ത് പിക്സാ പെട്ടി പിക്സാ കയറ്റിയാ മതി ആളെ. ബോധമായി മരിക്കുന്നവരെ ഇതിൽ അയർച്ചി കയറ്റുക. എടാ ദൈവത്തിനോടൊന്ന് ചോദിക്കാം, അവിടെ ഒരു ശവപ്പെട്ടി എടുത്ത് തരാമെന്ന് ഗ്യാഗോസില്. ഗ്യാഗോസി ഞാൻ ചോദിച്ചോ. അല്ല ഗ്യാങ്സിന് മുന്നേ പ്രദർശനം ഉണ്ടോ? പിന്നില്ലാതെ വാ. ഫ്രണ്ടിലൊക്കെ ഗൈസ് എല്ലാരും വിളിക്കുക ചില്ലാവ്. ആർപി ആയിട്ട് മാത്രം കാണുക. പറഞ്ഞോ? ഓ വരാന്ന് പറഞ്ഞ ദൈവം. ഇപ്പൊ റിപ്പോർട്ട് ഇട്ടുള്ളൂ. ഇപ്പം വരും, എന്തായാലും വരും ഇങ്ങോട്ട്. ദൈവത്തിന് ശവം കാണുമ്പോ വരുമില്ലണ്ട. അവർക്കല്ലേ അവരെ ഇവരെ ഇനി കാണാൻ പറ്റൂ, നമുക്ക് കാണാൻ പറ്റൂലല്ലോ. ഓ എന്തോ എന്റെ പൊന്നെ. വീഡിയോ വണ്ടി കെട്ടില്ല വീഡിയോ. അകത്താണ് എന്റെ അകത്താണ്. കത്തി അകത്തോട്ട് കൊണ്ട് അകത്തോട്ട്. ബാബു കേക്കാവോ? എടാ ഇത് ഫ്ലോട്ടായിട്ട് ശിവനെ കൊണ്ടുവന്നല്ല ഞാൻ. ഹലോ എല്ലാരും കത്തി. സിറ്റി കത്തി കത്തി. ഇതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇമോട്ടിലെ കത്തി അല്ലല്ല, ഇമോട്ടിലൊന്നും അല്ല. ഇമോട്ടിൽ കത്തി ഇത്രയും പി എൽ ഒന്നും കയറൂലടാ. ഇമോട്ടിൽ കത്തിയ ഒറ്റയടിക്ക് കത്തിപ്പോത്തേ ഉള്ളൂ. ഹലോ അണ്ണാ കേറിക്കോ. ഇമോട്ട് കത്തലാ അത്. അല്ലടാ പി എൽ കയറി കത്തിയതാ. ആണോ പി എൽ കത്തിയാണോ? ഇമോട്ടൊന്നും അല്ല. ഹലോ എടാ അത് ഇമോട്ട് കത്തലാണോ പി എൽ കത്തിയാണോ? അല്ലല്ല പി എൽ ആ ശരി പി എൽ കാണിക്കുള്ളൂ. എന്താടാ കണ്ടാപ്പി? ആ ഊത്തന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇത് എന്ത് ചെയ്യൂടെ ഇത്? സോ സോറി. ചിരിച്ച് ഇന്ന് തൊണ്ടയാണ് ശരിയാവുന്ന വിചാരിച്ചേട്ടോ. സത്യമുള്ള തൊണ്ട ഇതുള്ളതോടെ പോയേ. ആ ഊത്ത് കെട്ടപ്പോഴാണ് എന്റെ പോയത് മൊത്തം. എടാ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എടാ, നമ്മളൊരു നല്ലൊരു ആർപി അല്ലടാ ചെയ്യുന്ന, ആർക്കും ഉപദ്രവം ഇല്ലാതെ. അതിന്റെ ഇടയ്ക്ക് XMDയും PD എല്ലാം കൂടെ എവിടുന്നാ വരുന്നേ? ഇങ്ങനത്തെ ആർപി ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോ XMDയിലും PD ഉള്ളവരൊക്കെ നമ്മളെ ഇതാക്കല്ലേ വേണ്ടുന്നേ. ശോകം അതിന്റെ ഇടയ്ക്കൂടെ ഊത്താര പ്ലേ ചെയ്തത്. മന്ദാരം കേസ് കത്തിപ്പോയാണെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്ത്
RP ചെയ്ത് തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി 10 ബോഡി ഇപ്പോഴുണ്ട് കത്തിയില്ല. The city light flickers in the puddles on the floor. One hand on the wheel, one foot out the door. I remember the first day, the hunger, the heat. Just another ghost walking on the slanted street. Now the engine purrs like a predator and wait. I don't believe in luck, I just negotiate with fate. From the admin towers where the silent eyes watch to the back alley deals and the heist on the clock. There's a code in the silence, a rank in the grime, and Xlantis. The only thing we're losing is time. അണ്ണാ കുറച്ച് ഫാസ്റ്റ് ആക്കി, ഇത് നല്ല സ്ലോ ആണെന്ന്. ബ്രോ നിങ്ങൾ ഇവിടെ പുതിയതാണോ? അല്ല ഇത് അറിഞ്ഞൂടെ, ഇത് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ ബ്രോ? ഇത് ഡീഡോസ് അടിച്ച് സിറ്റി കത്തിപ്പോണോ? അല്ലാതെ നമ്മള് മറ്റേ ഇതാക്കണതല്ല. അതിവിടെ RP കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. ഇത് വീണ്ടും ഹോട്ട്വെയർ ചെയ്യണോ? ഒന്നുമില്ല, ശവത്തിന് റെസ്പെക്ട് കൊടുത്തോടാ. ഹലോ അയ്യോ ഹലോ പറയടാ. അവൻ ചാറ്റിന്റെ കാര്യമാണ് പറഞ്ഞു തന്നോ? ചാറ്റിന്റെ കാര്യമാണോ പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. ഹലോ കാർലോ എന്തുപറ്റി? ഹലോ നമ്മുടെ പിത്തൽജി പോയി. കാർലോ എവിടെ പോയി? അയ്യോ, നമ്മള് 3 വർഷം മുമ്പ് പോയപ്പോ പുള്ളി എവിടെയോ ടൂർ പോയതാ വിചാരിച്ച പുള്ളി ചത്തുപോയി. കാർലോ ചത്തുപോയോ? ഓടി ഇപ്പൊ കണ്ടൊരു ഗ്യാഗോസില് എല്ലാരും കുടുംബത്തോടെ വന്ന് അവസാനമായിട്ട് ഒന്ന് കണ്ടിട്ട് പോണേ. ഓ എത്ര പേരുണ്ടാവും കൂടിയോ? ഈ ഞങ്ങള് മറ്റേ ഒരു ഇതിലായിരുന്നു. അയ്യോ കൺസൈൻമെന്റ് ആണോ? കൺസൈൻമെന്റ് അല്ല, മറ്റേ ഒരു ട്രഷറിന്റെ ഒരു 100 പരിപാടിയിലായിരുന്നു. ആണോ? അയ്യോ, ട്രെയിനിൽ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണണേ. ഉണ്ടാവോ? നമ്മളിവിടെ ഉണ്ടാവും വെറുതെ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഹലോ ഹലോ, എന്തേലും പറഞ്ഞായിരുന്നോ? അല്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. ഹയറും പറക്കത്തൊക്കെ പറച്ചോൻ തരട്ടെ. ചത്തു അയാൾക്ക് എങ്ങനെ ആയുസും പറക്കത്തും കിട്ടുന്നത് എന്റെ കാരണോ? അത് ശരിയാ. അവിടെ വരാം, അവിടെ വന്നിട്ട് നമുക്ക് ഓക്കെ കാരണോ. അത് തമിഴ്നാട്ടല്ലടാ ഡാൻസ് കളിക്കണ. പുള്ളി തമിഴ്നാട്ടിലല്ലടാ, അവരിങ്ങനെയാണോ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത്? കട്ടായില്ല, ഇതെങ്ങനെ കട്ടാകുന്നത്? കട്ടായില്ല, കട്ടാകാൻ പറ്റുന്നില്ല. കട്ടാക്കാൻ പറ്റുന്നില്ലതാ. ഹലോ, കറക്റ്റ് നമ്മുടെ പിത്തൽജിയുടെ മരണദോഷം തന്നെ പ്രിയലടിക്കുന്നത്. നീയൊക്കെ പുഴുത്തിയാവോടാ? അയ്യോ
അയ്യോ ഇതിന് മുകളിൽ ഒന്നും ചെയ്യാനില്ല ഇനി, മനസ്സിലായോ? വൈറ്റി സ്ട്രീം ചെയ്യുന്നു ബ്രോ. വൈറ്റി സ്ട്രീമും സിറ്റി അടിച്ചു പോകുന്നതും തമ്മിൽ എന്താ വ്യത്യാസം?